അപ്പോൾ ആദ്യം നമ്മൾ GSTR 9 അല്ല ആനുവൽ റിട്ടേണിനെ പറ്റി പറയുന്നത്. ആനുവൽ റിട്ടേൺ ഇതുള്ള ലയബിലിറ്റി ഉള്ള ആരാണ്, എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്? 20 lakhsന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ ഗുഡ്സ് മാത്രമാണെങ്കിൽ 40 lakhsന് മുകളിലാണ്, മറ്റാണെങ്കിൽ 20 lakhs അല്ലേ? സർവീസ് മാത്രമാണെങ്കിൽ, സർവീസ് കൊണ്ട് 20 lakhs തന്നെ. അപ്പം അത് ഓരോ സ്റ്റേറ്റും തീരുമാനിക്കുന്നതാണ്. കേരളം തിരിച്ചിരിക്കുന്നത് 40 lakhs ഗുഡ്സിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഇതിങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കുള്ളത് വോളണ്ടറി ആയിട്ട് എടുക്കാം, തുടങ്ങുന്നതിന് മുമ്പേ രജിസ്ട്രേഷൻ എടുക്കാം അല്ലേ? എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടത് 20 lakhs ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് എടുക്കാം അല്ലേ? പിന്നെ എത്ര ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്? റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ കോമ്പോസിഷൻ അല്ലേ? കോമ്പോസിഷൻ ടൈപ്പ് ഉണ്ട്. വേറെ ആർക്കൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? TDS പിടിക്കുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, TCS കളക്ട് ചെയ്യുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഫോമിലാണ് ഫയൽ ചെയ്യുന്നവർ? നമ്മൾ സാധാരണ റെഗുലർ റിട്ടേൺ ആണെങ്കിൽ ആരാണ് തന്നെ വോളണ്ടറി രജിസ്ട്രേഷനും റെഗുലർ രജിസ്ട്രേഷൻ എടുത്തവർ ഏത് ഫോമിലാണ് ഫയൽ ചെയ്യുന്നത്? ഏതൊക്കെ ഫോമാണ് ഫയൽ ചെയ്യുന്നത്? 1 and 3B അല്ലേ? ഞാനപ്പോൾ എൻ്റെ സമ്മർ ഇത് പറയാം. നമ്മൾ ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടൻറ്റ് നമ്മൾ നേരത്തെ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടൻറ്റ് പറയാം, എന്തൊക്കെയാണ് ഏതിൽ ഹെഡിലൊക്കെയാണ് നമ്മൾ പറയാം. ഒന്നായിരിക്കുമോ ആനുവൽ റിട്ടേണുമായിട്ട് ആനുവൽ റിട്ടേൺ ഹെഡിങ് ഇട്ടത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ആനുവൽ റിട്ടേൺ. വാട്ട് ഈസ് ആനുവൽ റിട്ടേൺ? എന്താണ് ആനുവൽ റിട്ടേൺ? ആർക്കെങ്കിലും അറിയാമോ? ആലുവിനെ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആ എല്ലാ കർഷകനും വരാൻ പറ്റുമോ? എല്ലാ കർഷകനും പറ്റുമോ ആനുവൽ റിട്ടേണിൽ? നമുക്ക് പുതിയ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാം അല്ലേ? പുതിയതായിട്ട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാം, നമുക്ക് ഇത്രയും കൂടെ ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. GST 9 പുതിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അനുവദിച്ചിട്ടില്ല. ഏതെടുക്കാൻ പറ്റും? പുതിയ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. 3Bയിലും 1ലും ഒന്നും കാണിക്കാത്ത കാര്യങ്ങൾ അങ്ങോട്ട് ഗവൺമെൻറ് കൊടുക്കാനുണ്ടെങ്കിൽ 9-നകത്ത് ഡിക്ലെയർ ചെയ്യാം, മറ്റത് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ വാട്ട് ഈസ് ആനുവൽ റിട്ടേൺ എന്ന് വെച്ചാൽ എഴുതിക്കുക. നോട്ട് വാട്ട് ഈസ് ആനുവൽ റിട്ടേൺ പീരീഡ്, കമ്പൈലേഷൻ ഓഫ് റിട്ടേൺസ് ഫൈൽഡ് ഡ്യൂറിങ് ദ ഇയർ. ഓൾസോ വി ക്യാൻ ഡിക്ലെയർ അഡീഷണൽ ലൈബിലിറ്റി. ഇൻ GSTR 9. എന്താണ് ഇപ്പോൾ GSTR 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? GSTR 9 ആനുവൽ റിട്ടേൺ. GSTR 9 എന്ന് പറയുന്ന റെഗുലർ ടാക്സ് പേയറുള്ള റിട്ടേൺ ആനുവൽ റിട്ടേൺ ആണ്. ആനുവൽ റിട്ടേണിനകത്ത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കമ്പൈലേഷൻ ഓഫ് all the returns filed during the period of registration. Compilation of all the returns filed during the registration. Also additional liability can be declared in the annual return, but no input tax credit can be claimed through GSTR 9. അതാണ് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത പോയിൻ്റാണ് നോട്ട് ലയബിൾ ടു ഫയൽ. ഹെഡിങ് എഴുതിയ ഹു ആർ ലയബിൾ ടു ഫയൽ annual return. Section 44 of CGST Act. Who are liable to file annual return? Section 44 of the CGST Act 2017. എല്ലാ CGST ആക്റ്റും ബേസ് ചെയ്താണ്, ബേസിക് ആയിട്ടല്ലേ എല്ലാ ആക്റ്റും പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് SGST ആക്റ്റും പറയും. CGST ആക്ട് പറയുന്ന അതേ ഈക്വൽ ബോണ്ട്. അതിനകത്തൊരു പെനാൽറ്റി 100 രൂപ പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SGSTയിലും പറയും 100 രൂപ പെർ ഡേ എന്ന് വെച്ചാൽ നമ്മൾ 100 രൂപ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കില്ല. എത്രയാണ് ഇപ്പോൾ ടോട്ടല്? 200 രൂപ. അതാണ് CGST ആക്ട് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലയബിലിറ്റി 200 പെർ ഡേ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും കേട്ടോ. എല്ലാം നമ്മൾ പറയുന്നതെല്ലാം CGST ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ പേഴ്സൺ ലയബിൾ ടു ഫയൽ GSTR 9 ആരാണ്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ കേട്ടോ. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. എവരി രജിസ്റ്റേർഡ് പേഴ്സൺസ് ആർ ലയബിൾ ടു ഫയൽ GSTR 9. ഓപ്ഷൻ ടു ഫയൽ GSTR 9 ആനുവൽ റിട്ടേൺ. ഹു ഹാസ് ദ ഓപ്ഷൻ ടു ഫയൽ ആനുവൽ റിട്ടേൺ? ആർക്കൊക്കെയാണുള്ളത്? എത്ര കോടിക്ക് താഴെയുള്ളവർക്കാണ് ആ ഓപ്ഷൻ ഉള്ളത്? ഫയൽ ചെയ്യുകയോ ഫയൽ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 രൂപയാണെങ്കിൽ ഫയൽ ചെയ്യാം. ഹു ഹാസ് ദ ഓപ്ഷൻ ടു ഫയൽ GSTR 9? ദ പേഴ്സൺ വിത്ത് രജിസ്റ്റേർഡ് പേഴ്സൺ വിത്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ലെസ് ദാൻ 2 crores. 2 crore ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യണം. 2 crore താഴെയാണ് മാത്രം ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഏതൊക്കെ വർഷമാണുള്ളത്? 17, 18 എഴുതിക്കോ. 17 ഇയർ ഓഫ് ഓപ്ഷൻ അവൈലബിൾ. ഇയർ ഓഫ് ദിസ് ഓപ്ഷൻ ഓപ്ഷൻ അവൈലബിൾ ഇൻ ഫോളോയിങ് ഇയേഴ്സ്.
ഓരോ പ്രാവശ്യം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുകയാണ്. അല്ലാതെ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യാൻ ലൈബിളാണ്. ഏത് സെക്ഷൻ പ്രകാരം? 44 സെക്ഷൻ 44 ഓഫ് ദ CGST ആക്ട് എന്ന് പറയണേ. മറ്റേ സെക്ഷൻ തമ്മിൽ വ്യത്യാസം കാണുമായിരിക്കും. പക്ഷേ 44 ഓഫ് ദ CGST ആക്ട് 2017 എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ എന്ത് പറയണ്ടേ? സെക്ഷൻ 44 എന്ന് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ട് ഇല്ല. എന്താ ഉള്ളത്? 44 ഓഫ് ദ CGST ആക്ട് 2017. ഓക്കെ. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ ഇയറാണ് ഉള്ളത്? 2017, 18, 18, 19, 19, 20, 20, 21, 21, 22. 22, 23 എന്താ സംഭവിച്ചത്? മറ്റേ അവിടെ ഓപ്ഷൻ കൊടുത്തത് 22, 23 ഫോർ ദ ഫിനാൻഷ്യൽ 22, 23 ഗവൺമെൻറ് എക്സംപ്റ്റഡ് ഫോർ ദ പേഴ്സൺ ഹാവ് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേണ്ട, ഫയൽ ചെയ്യണ്ട. ഓപ്ഷനായിട്ടല്ല, എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പാൻ ബേസ്ഡ് ഓൾ ഓവർ ഇന്ത്യ. ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ രജിസ്ട്രേഷൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ഉണ്ട്. തമിഴ്നാട്ടിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ ചെന്നൈയിൽ അപ്പുറത്ത് ഹരിയാനയിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവിടെയും രജിസ്ട്രേഷൻ എടുക്കണം. ഇപ്പോൾ ഈ ഒരു പാനിലാണ് അതെല്ലാം എടുക്കുന്നത്. നമ്മുടെ കമ്പനി തന്നെയാണെങ്കിൽ 32 എന്നുള്ള മാറും. ഫ്രണ്ടിൽ 32 മാറി 35, 40 ആകും, അല്ലെ 10 ആവും. പക്ഷേ പാൻ അവിടെ അതുപോലെ കിടക്കും. ഇപ്പോൾ പാൻ ബേസ്ഡ് ഓൾ ഓവർ ഇന്ത്യയിലെ ടേൺ ഓവറാണ് എത്ര? അതിനകത്ത് എക്സംപ്റ്റ് ടേൺ ഓവർ വരും. എല്ലാ ടേൺ ഓവറും കൂടെ എടുത്തിട്ട് 2 കോടിക്ക് താഴെ ആണെങ്കിൽ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, ഈ ഓറഞ്ച് ഓപ്ഷൻ. ബാക്കി എക്സംപ്ഷൻ ഫിനാൻഷ്യൽ 22, 23 എക്സംപ്റ്റഡ് ആണ് അല്ലേ? ഫയലിംഗ് GSTR 9. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ആനുവൽ റിട്ടേൺ ഹെഡിങ്. അടുത്ത ഹെഡിങ് എഴുതുക. ടൈപ്പ് ഓഫ് ഏതൊക്കെ ടൈപ്പ് ഫോമുണ്ട്? നമുക്കെല്ലാം GSTR 9 എന്ന് മാത്രമേ അറിയുള്ളൂ. ഏതൊക്കെ ടൈപ്പ് ഫോമുണ്ട്? ടൈപ്പ് ഓഫ് ആനുവൽ റിട്ടേൺ. റൂൾ 18 ഓഫ് ദ CGST ആക്ട് ആണ്. റൂൾ 80 ഓഫ് ദ CGST ആക്ട് 2017 അങ്ങനെ പറയുന്നത്. ആക്റ്റും ഉണ്ട്, റൂളും ഉണ്ട് അല്ലേ? റൂളെന്ന് പറയുന്നത് എന്താണ്? റൂളെന്ന് പറയുന്നത് എന്താണ്? ആക്റ്റും റൂളും ഉണ്ടല്ലോ. ആക്ട് നമ്മൾ വായിച്ചില്ലേ അജ്മലെ? നാളെ ആക്ട് വായിച്ചപ്പോഴേ അത് മാച്ച് ചെയ്തേ. ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ആരാക്ട് ചെയ്തെന്നായി പറയുന്നത്? ആര് പാസ്സാക്കി? മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലേ? 2 സമയം പാസ്സാക്കുമ്പോഴാണ് പ്രസിഡൻ്റ് കൺസെൻറ്റോടെ കിട്ടുമ്പോഴാണ് അതിനാണ് ആക്ട് എന്ന് പറയുന്നത്. പാസ്സാക്കിയത് ആക്റ്റിലാണ് വരുന്നത്. അവർ പാസ്സാക്കിയ കണ്ടൻറ്റ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നടത്തണമെന്നുള്ളത് പിന്നീട് അവർ അടുത്ത IASകാരും ഒക്കെ ഇരുന്ന് എഴുതി ഉണ്ടാക്കുന്നതാണ് റൂള്. അവിടെ റൂള് പാസ്സാക്കുമോ അറിയില്ല. അതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ഏതുള്ളതാണ് പാസ്സാക്കിയ നിയമം? രാജ്യത്തെ നിയമം ആര് പാസ്സാക്കിയ നിയമമാണ്? അപ്പോൾ ഈ റൂളിനെ ഈ ആക്ടിനെ റൂൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ആക്റ്റാണ് നമ്മൾ മനപ്പാടാക്കേണ്ടത്. ആക്ടിൻ്റെ കണ്ടൻറ്റാണ് ഇത്. അതിനകത്ത് എന്തെങ്കിലും കോൺട്രഡിക്റ്റ് ഉണ്ടെങ്കിൽ ഏത് നിൽക്കും? ആക്റ്റേ നിൽക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പാസ്സാക്കിയത് ആക്റ്റാണ്. അവരുടെ ആക്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ICAI എന്ന് പറയുന്നത് എന്താണ്? അവരെപ്പോഴും പറയുമല്ലോ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അത് ആക്ട് ഇന്ന ICAI ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് അങ്ങനെ പറയല്ലേ? അപ്പോൾ ആക്ട് പാസ്സാക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കുന്നതാണ് ആക്ട് എന്ന് പറയുന്നത്. റൂളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ. പിന്നെ അതിൻ്റെ അകത്ത് അവരുടെ ബോർഡ്, അവരുടെ കൗൺസിലിനും അവരുടെ ബോർഡൊക്കെ ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയാണ് ഈ എക്സംപ്ഷൻ ഓപ്ഷനൊക്കെ ഓരോ വർഷം ഈ വർഷം വെള്ളപ്പൊക്കം പറയാൻ ഇത്ര വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട്. ആ പവർ ആര് കൊടുത്തിരിക്കുന്നു? CGST ആക്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ടൈപ്പ് ഓഫ് ആനുവൽ റിട്ടേൺ. എന്താണ് ടൈപ്പ്? ഹു ഹാസ് ടു ഫയൽ GSTR 9? റെഗുലർ ടാക്സ് പെയർ ഹു ആർ ഫയലിംഗ് GSTR 3B ആൻഡ് 1 GSTR 1. ഇനി അടുത്ത ആരാണ്? GSTR 9A ഉണ്ടല്ലേ? അടുത്ത GSTR 9 ആരാണ് ഫയൽ ചെയ്യേണ്ടത്? കോമ്പോസിഷൻ ഡീലർ. GSTR 9A ഹാസ് ടു ഫയൽ ആനുവൽ റിട്ടേൺ. GSTR 9A ഹാസ് ടു ഫയൽ ബൈ ദ കോമ്പോസിഷൻ ഡീലർ ഹൂ ഫയൽ റിട്ടേൺ ഉണ്ട്. ഏത് ഫോമിലാണ് ഫയൽ ചെയ്യുന്നത്? 3Bക്ക് വരെ ഏത് ഫോം ഫയൽ ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? കോമ്പോസിഷൻ 4 GSTR 4 ആണ് അവരുടെ റിട്ടേൺ. നമ്മൾ മന്ത്ലി ചെയ്യുന്ന റിട്ടേൺ കോമ്പോസിഷൻ ചെയ്യുന്നത് മന്ത്ലി ക്വാർട്ടർലിയൊക്കെ ചെയ്യുന്നത് GSTR 4-ലാണ്. പിന്നെ ഉണ്ട് ആരാ? 9 പറഞ്ഞു, 9A പറഞ്ഞു. അടുത്ത 9B ആരാണ്? E-commerce ഓപ്പറേറ്റർ ഹു ആർ ലയബിൾ ടു ഡിഡക്ട് TDS അണ്ടർ
സെക്ഷൻ 52 ആണോ 53 ആണോ 53 അല്ലേ? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ സെക്ഷൻ 53. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഹു ആർ ലയബിൾ ടു collect tax under section 53 of CGST Act 2017. അവരേത് ഫോം ഫയൽ ചെയ്യേണ്ടത്? 8 ആണ്. ഫോം 8. 4 നമ്മൾ ആദ്യം ഫോം 3B പറഞ്ഞു. 3 ആയിരുന്നു അതിൻ്റെ ഒരു സബ് 3 ഇതുവരെ അത് നോട്ടിഫൈ ചെയ്യാത്തതുകൊണ്ട് 3B ആണ് 3B ആണ് ഫയൽ ചെയ്യുന്നത് അല്ലേ? 3B ഫയൽ കൊണ്ടിരിക്കുകയാണ്. മറ്റേ അടുത്ത ആൾക്കാർക്ക് 4, അടുത്ത ആൾക്ക് ഈ 3 ഇ കൊമേഴ്സ് ഓഫ് GSTR 8 അവർ മന്ത്ലി ചെയ്യേണ്ട GSTR 8 ആണ് അല്ലേ? മറ്റേ 7 അല്ലായിരുന്നു. 52 ഡിഡക്ട് ചെയ്യുന്നത് TDS 7 അല്ലേ? ഇത് 8 ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. അവർക്കുള്ള ഫോമാണ് ആനുവൽ റിട്ടേൺ ആണ് GSTR 9B. ശരിയോ? അടുത്ത 9C എന്നൊരു ഫോം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആലും കേട്ട് കാണുമല്ലോ 9C. റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് 9C ഫയൽ ചെയ്യേണ്ട ആരാണ് ഫയൽ ചെയ്യേണ്ടത്? കമ്പൾസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ട മാൻഡേറ്ററി ആർക്കാണ്? മറ്റേ ഓപ്ഷൻ ഉണ്ട്, താഴോട്ടുള്ളവർക്ക് ഓപ്ഷൻ ഉണ്ട് 9C ഫയൽ ചെയ്യാൻ. ഓപ്ഷൻ ആർക്കാണ് ഉള്ളത്? ഇത് മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ടത് എന്ത് ടേൺ ഓവർ? അഗ്രിഗേറ്റ് ടേൺ ഓവർ കേട്ടോ. അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡിങ് 5 crore. 5 കോടി ആയാലും കുഴപ്പമില്ല, 5 കോടിക്ക് മുകളിലായാലും കുഴപ്പം. മറ്റിടത്ത് എങ്ങനെയായിരുന്നു? ആനുവൽ റിട്ടേൺ എങ്ങനെയായിരുന്നു? 2 കോടി ആയാൽ എല്ലാം കമ്പൾസറി ആയി. 2 കോടിക്ക് താഴെയാണ് മാത്രമേ ഉള്ളൂ. ഇതെന്താണ്? 5 കോടി വരെ എക്സംപ്റ്റ് ആണ്. 5 കോടിക്ക് മുകളിലാണെങ്കിൽ ജസ്റ്റ് 9C ഫയൽ ചെയ്യേണ്ടത്. 9C ഓക്കെ. ടൈപ്പ് ഓഫ് ആനുവൽ റിട്ടേൺ നമ്മൾ ഹെഡിങ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR ആനുവൽ റിട്ടേൺ റൂൾ 80 ഓഫ് ദ CGST Act 2017. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ റൂൾ 80 അല്ലേ? ഏറ്റവും 80 ഓഫ് ദ CGST Act 2017. എപ്പോഴും ഓർക്കണം 2017 ആയതുകൊണ്ട് ആക്ട് എല്ലാം പാസ്സാക്കി എന്നായിരിക്കും 2017 ആക്ട് പാസ്സാക്കിയോണ്ടാണല്ലോ നമ്മൾ 2017 തൊട്ട് തുടങ്ങിയത്. പാർലമെൻറ്റ് പാസ്സാക്കിയോണ്ടാണ് അല്ലേ 2017. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR ഏതാണ്? ലാസ്റ്റ് ഡേറ്റ് 31 December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ GSTR റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? 31 December അല്ലെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലേ? ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, പല വർഷങ്ങളും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ്. ഇപ്പം ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? ഫൈൻ ഇല്ലാതെ ഫയൽ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. ഫൈനോട് കൂടി എത്ര വർഷം ഫയൽ ചെയ്യാം? 3 years ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓർ എക്സ്റ്റെൻഡ് ഡേറ്റ്. എന്നാണോ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഗവൺമെൻറ്. എല്ലാം ഗവൺമെൻറ് പവർ കൊടുത്തിട്ടുണ്ട് എന്ത് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വഴി. അങ്ങനെ ഓരോ വർഷം നമ്മൾ തുടക്ക വർഷമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് അതിൻ്റെ ഇയറോടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അന്ന് എഴുതിക്കോ. ദ ആനുവൽ റിട്ടേൺ ലാസ്റ്റ് ഡേറ്റ് ഈസ് GSTR December 31 December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. GST ആനുവൽ റിട്ടേൺ ഓഫ് എ കറണ്ട് ഇയർ or a particular financial year has to be filed within 31st December of the next financial year. എഴുതിയോ? മനസ്സിലായല്ലോ? or extended date by the government or extended date. എഴുതിക്കോ. അപ്പോൾ ഫിനാൻഷ്യൽ 28/2/2022 നമ്മളിപ്പോൾ എന്നാണോ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഡേറ്റ് തൊട്ട് 3 വർഷമേ ഉള്ളൂ. അപ്പോൾ 28/2/2022 23, 24, 25 ഫെബ്രുവരി ആകുമ്പോൾ പഠനം തീർന്ന് പിന്നെ ഫയൽ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ലാസ്റ്റ് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ 2021, 28/2/2021. ഫിനാൻഷ്യൽ 19/20, 31/3/2021 അതുവരെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഏതായിരുന്നു ആക്ച്വലി ഡേറ്റ്? 19/20 ലാസ്റ്റ് ഡേറ്റ് എന്തായിരുന്നു? 31/12/2020 ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ വരെ ആയി. 31/3/2021 വരെ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഫിനാൻഷ്യൽ 18/19, 31/12/2020 എഴുതിയോ? 18/19, 31/12/2020. 31/12/2019 വരെ ഉള്ളായിരുന്നു. ഒരു വർഷം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 31/12/2020. ഫിനാൻഷ്യൽ 17/18, 7/2/2020. 22-23 എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എപ്പോഴാണെന്നായിരിക്കും ഡ്യൂ ഡേറ്റ്? ആ ഡ്യൂ ഡേറ്റ് കഴിയുമ്പോഴാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റൻ ഡേറ്റ് എത്രയാണ്? 10 കേട്ടോ. ആലുവിനെ 22-23 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്?
ഈ ഡിസംബർ 31. അപ്പോൾ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റാണ് 31/12 അതിന് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് ഫിനാൻഷ്യൽ 22-23 ഈസ് 31/12/2023. അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട. ഞാൻ അടുത്ത ലെവി ഓഫ് ലേറ്റ് ഫീ. നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിൽ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലെയ്റ്റ് ഡിലേ ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. എത്ര വർഷം വരെ ഫയൽ ചെയ്യാം? മാത്യു എഴുന്നേറ്റെന്ന് പറ. ഉറങ്ങുവാണോന്ന് അറിയില്ല. എഴുന്നേറ്റിരിക്കേ നോക്കട്ടെ. ഒരു ആക്റ്റീവ് ഒരു എനർജി കാണുന്നില്ല രാവിലെ. 3 വർഷം എവിടെ നിന്നാണ്? എന്നാണ് ഗവൺമെൻറ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത്? ആ ഡേറ്റ് തൊട്ട് 3 വർഷമുണ്ട് അല്ലേ? 3 വർഷം. പക്ഷേ ഫയൽ ചെയ്യുമ്പോൾ എന്ത് വെച്ച് കൊടുക്കണം? ലേറ്റ് ഫീയുടെ കൊടുക്കണം. എന്താണ് അതാ പറയാൻ പോകുന്നത് അല്ലേ? ലെവി ഓഫ് ലേറ്റ് ഫീ സെക്ഷൻ 47(2) ഓഫ് ദ CGST ആക്ട്. ലെവി ഓഫ് ലേറ്റ് ഫീ സെക്ഷൻ 47(2) ഓഫ് ദ CGST ആക്ട്. എത്രയാണ് സാധാരണ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CGST ആക്ട് പറഞ്ഞ 47(2) എന്താ പറയുന്നത്? 100 rupees പെർ. നമ്മൾ ഈ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞില്ലേ, ആ ഡേറ്റ് തൊട്ട് 100 rupees. മാക്സിമം എത്രയാണ്? 100 rupees CGST ആക്ട്. അപ്പോൾ SGST ആക്ട് കൊണ്ട് കൂടുമ്പോൾ എത്രയായി? അപ്പോൾ അങ്ങനെ ഇരിക്കുക. ₹200 per day ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ്. മാക്സിമം ഓഫ് 0.5% ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും വേറെ GST ഫയൽ ചെയ്യണം അല്ലേ? നമ്മൾ 3B ഒക്കെ ഫയൽ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിലും വേറെയാണ്. നമുക്ക് പല രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അത് ആനുവൽ ടേൺ ഓവർ, അഗ്രിഗേറ്റ് ടേൺ ഓവർ അല്ല. 0.5% ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ സ്റ്റേറ്റ്. GST 9 to be അതോടെ നോട്ട് ചെയ്തോ. GST 9 to be ഫയൽഡ് ഫോർ ഈച്ച് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി. ഓരോ രജിസ്ട്രേഷൻ ഓരോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. 10 സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ 10 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം, 10 9C ഫയൽ ചെയ്യണം. പക്ഷേ 6 സ്റ്റേറ്റിൽ ഓരോരുത്തർക്കും ഓരോ പെനാൽറ്റി. അവിടുത്തെ ടേൺ ഓവറിൻ്റെ 0.5%, അവിടുത്തെ ഓരോ സ്റ്റേറ്റിലും 0.5% മാക്സിമം. ഒരു ചെറിയ എക്സംഷൻ ഉള്ളതെന്ന് വെച്ചാൽ അതും ഒരു ചെറിയ 22-23 ചെറിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 50 per day ആക്കിയിട്ടുണ്ട്. 5 കോടിക്ക് താഴെയാണ് 50 per day. 5 കോടിക്ക് മുകളിലാണെങ്കിൽ 100 per day കേട്ടോ. 22-23 ഫിനാൻഷ്യൽ 22-23 5 കോടിക്ക് താഴെയാണെങ്കിൽ 50 per day നോട്ട് ചെയ്തോ. അതിൻ്റെ 5 കോടിക്ക് മുകളിലാണെങ്കിൽ 100 per day. 9 കണ്ടൻറ്റ് ഓഫ് GST 9. എത്ര പാർട്സ് ഉണ്ട് GST 9? അറിയാമോ? 6 പാർട്ടുണ്ട് കേട്ടോ. GST 9 6 പാർട്സ് ആണ്. എത്ര ടേബിളുണ്ട്? ഈ 6 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഉള്ള ടേബിളെല്ലാം കൂടെ എത്രയുണ്ട്? 19 ടേബിളുണ്ട്. GST 9 ഹാസ് 6 parts and 19 tables within 19 tables. 6 പാർട്സ് ഉണ്ട്. GST 9 ഫോം കണ്ടിട്ടില്ലേ? അല്ല, GST 9 നോക്കിക്കോണേ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ്. എഴുതിക്കോ. ഒരു വേണമെങ്കിൽ എഴുതിക്കോ നിങ്ങൾക്ക് പാർട്ടായിട്ട്. 6 പാർട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ഒന്നാമത്തെ പാർട്ട് ബേസിക് ഡീറ്റെയിൽസ്. നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എന്താണെന്ന് നമ്മൾ വായിച്ചോണം. ബേസിക് ഡീറ്റെയിലിനകത്ത് പറയുന്ന ഫിനാൻഷ്യൽ എന്താണ്, GST നമ്പർ എന്താണ്, ലീഗൽ നെയിം എന്താണ്, ട്രേഡ് നെയിം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 പറയുന്നത്. അത് ബേസിക് ഡീറ്റെയിൽ എന്ന ഹെഡിങ്ങിലാണ് വരുന്നത്. പാർട്ട് 2 ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. പാർട്ട് 2 പാർട്ട് മാത്രം ഇതാ നമുക്ക്. ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അതിനകത്ത് പറയുന്നത് ഏതൊക്കെയാണ്? ഇവിടെ ശ്രദ്ധിച്ചോ. ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ഓർ ഇൻവേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഇൻവേർഡ് ഔട്ട്വേർഡ്. ഇവിടെ അത് പറയുവാണ്. അത് 3 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 3 പേര്. ഇനി 4ാമത്തെ തൊട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തുള്ള സബ് ഹെഡിങ് പറയാണ്. ടേബിൾ പറഞ്ഞില്ലേ? പേര് പറയാണ്. ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ. ഏതൊക്കെയാണത്? ഇൻവേർഡ് സപ്ലൈസ് ടാക്സ് വരും എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻവേർഡ് നമ്മൾ അങ്ങോട്ട് സർവീസ് ചെയ്യുമ്പോൾ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോഴല്ലേ GST അടയ്ക്കണ്ടേ? ഇങ്ങോട്ട് കിട്ടിയതിന് അപ്പോഴും അടയ്ക്കേണ്ട വരുന്നത് റിവേഴ്സ് ചാർജ് അല്ലേ? അങ്ങനെയുള്ള സാധനം എല്ലാം കൂടെ കാണിക്കേണ്ട സെക്ഷൻ ആണ് ടേബിൾ 4. ഫയൽ പറയുന്നു ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് നോട്ട് പേയബിൾ. ടാക്സ് പേ ചെയ്യേണ്ട ടേൺ. ആദ്യം എന്ത് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യേണ്ട ടേൺ ഓവർ, ടാക്സ് പേ ചെയ്യേണ്ടാത്ത ടേൺ ഓവർ. രണ്ടാമത്തെ പാർട്ടി പറയുന്നത്
ഈ സെക്കൻഡ് പാർട്ട് പറയുന്ന കണ്ടൻ്റാണ്. അടുത്ത് കഴിഞ്ഞ് പാർട്ട് 3 അത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. പാർട്ട് 3 ഡീറ്റെയിൽസ് ഓഫ് ITC ഫോർ ദ ഫിനാൻഷ്യർ. ഡീറ്റെയിൽസ് ഓഫ് ITC ഫോർ ദ ഫിനാൻഷ്യർ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണല്ലേ. GST എന്ന കുറേ റൂളും ഒക്കെ വന്ന് നോട്ടിഫിക്കേഷനും ടാക്സ് ലോയും ഒക്കെ വരുമ്പോഴാണ് ഒരു കോംപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലോ ആണ്, എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിളാണ്. ഇന്ത്യ മൊത്തം ഒരു മാർക്കറ്റ് ആക്കുന്ന ലോ ആണ്. ഇന്ത്യ മാത്രം ഒരേ ടാക്സ് റേറ്റ് കൊണ്ടുവരുന്നതാണ്. പുറത്തുനിന്ന് വരുന്ന ബിസിനസ്സുകാർക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, പുറത്തുനിന്ന് ബിസിനസ് ചെയ്യാൻ വരുന്നവർക്ക് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, ഈസി ഓഫ് ബിസിനസ് അല്ലേ, ഈസി ഓഫ് ബിസിനസ്, വൺ മാർക്കറ്റ് വൺ ടാക്സ്, വൺ മാർക്കറ്റ് വൺ നേഷൻ വൺ മാർക്കറ്റ്, ഇന്ത്യയെ ഒന്നാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ITC അതിനകത്ത് സിമ്പിളാണ്. GST 9 ആണ് സമ്മറി ഓഫ് ദ ഇതാണ്. നല്ല കറക്റ്റായിട്ട് കറക്റ്റായിട്ട് അക്കൗണ്ടിങ് ടാലിയിലൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് GST ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആനുവൽ റിട്ടേൺ അവിടെ നിന്ന് ഫയൽ ചെയ്തവർക്ക് 9C എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് എന്താണ്, ഈസി അല്ലേ. സമ്മർ 3B എല്ലാം അതിനകത്തൊന്ന് ഫയൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം GSTനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം 3B ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാം, ആ റിപ്പോർട്ട് അതങ്ങനെ കിടക്കും, മാറത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്കത് കണ്ടുപിടിക്കാം. അതുമായിട്ട് നമ്മൾ ഫയൽ ചെയ്തോ എല്ലാം കൂടെ 9A ഫയൽ ചെയ്യുന്ന ഒറ്റ ക്ലിക്കേ ഉള്ളൂ നമ്മൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത്ര സിമ്പിളല്ലേ, എല്ലാ ഫിംഗർ ടിപ്സ് നിൽക്കും നന്നായിട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേഷൻ അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴാണ്, ബേസിക് നോളജ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് എല്ലാം കുഴപ്പങ്ങൾ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലേ. ഇങ്ങനെ ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് എന്ന് ക്ലെയിം ചെയ്യാം, എന്തൊക്കെ നിയമങ്ങളാണ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ, എന്തൊക്കെ നിയമങ്ങളാണ്, 4 കണ്ടീഷൻ ഏതൊക്കെയാണ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള, ഓർക്കുന്നുണ്ടോ, അറിയുന്നത് അന്ന് പറഞ്ഞതല്ലേ. ഗുഡ്സ് ഒന്ന് റിസീവ് ചെയ്യണം, നമ്മൾ എന്താണോ വാങ്ങിച്ചത് ആ സാധനം ഇവിടെ വരണം. 2 എന്നിട്ടേ ഇൻപുട്ട് ടാക്സ് എടുക്കാവുള്ളൂ. ഇൻവോയ്സ്, ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. അവർ റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലേ, അവർ റിട്ടേൺ ഫയൽ ചെയ്യണം, അവർ പൈസ അടയ്ക്കണം, ഇൻപുട്ട് ടാക്സ് അടയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത്. 4 റിട്ടേൺ അതൊക്കെ നമുക്ക് അറിയാൻ പാടാണ്. അവർ റിട്ടേൺ ഫയൽ നമുക്ക് 9B1 നോക്കുമ്പോൾ അല്ലേ 2Bയിൽ വരും. പക്ഷേ അവർ പൈസ അടച്ചിട്ടുണ്ടോ 3B ഫയൽ ചെയ്തിട്ടുണ്ടോ നോക്കാൻ നമുക്ക് വിഷയമില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വേറെ കെയർഫുൾ ആയിരിക്കണം. നമ്മളെപ്പോൾ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ GST ഒക്കെ റിട്ടേണൊക്കെ ഫയൽ ചെയ്യാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെയുണ്ട്. ചുമ്മാ പോയി എല്ലായിടത്തും പോയി കടയിൽ പോയി വാങ്ങിക്കരുത്. ഇപ്പോൾ നമ്മൾ GST രജിസ്ട്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ചുമ്മാ പോയി കടയിൽ പോയി വാങ്ങിക്കല്ല, അവനെ നോക്കണം, അടിമുടി ഒന്ന് നോക്കണം. എന്താണ് കടക്കാർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ, 1B ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഗ്രേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാണാം ഇവരുടെ മാർക്കൊക്കെ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ. അപ്പോൾ അവരുടെ ഗ്രേഡിംഗ് ഒക്കെ നോക്കാം. അങ്ങനെയൊക്കെ പിന്നെ അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പാക്കാം. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം പേടിക്കണ്ട. അല്ലാത്തവർ തോന്നുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് ഇതിനകത്ത് 2Bയിലോട്ട് വരത്തുമില്ല, നമുക്കോട്ട് കെടുത്തി കിട്ടത്തില്ല. പിന്നെ അവർ 2B ഫയൽ ചെയ്തില്ലേ പിന്നെ നമുക്ക് പൈസ അടയ്ക്കാൻ നോട്ടീസ് വരിക. അവർ റിട്ടേൺ ഫയൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടീസ് വരിക. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ നമ്മൾക്കാണ് അതിനകത്ത് ബാധ്യത വെച്ചിരിക്കുന്നത്. എന്താണ് 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അടക്കാം. അല്ലാതെ നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുത്താൽ തിരിച്ചടയ്ക്കാം. എത്ര ഇൻട്രസ്റ്റ്? തെറ്റായിട്ട് ഇൻപുട്ട് ടാക്സ് എടുത്താൽ എന്താ എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 18%. സാധാരണ കേസിൽ 25%. തെറ്റായിട്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ഇല്ലാത്ത ബില്ലില്ലാതെ എടുക്കുക, സാധനം വാങ്ങിക്കാതെ ചുമ്മാ ബോഗസായിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി പേരെ പിടിക്കുന്നുണ്ടല്ലേ. അതിനകത്ത് ഫ്രോഡ് നടത്തുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ ഇൻവോയ്സ് അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നവരുടെ എല്ലാം പിടിക്കാനായിട്ട് ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇൻ്റലിജൻസ് കൂടെ ഉണ്ട്. നമ്മുടെ ഈ GST സോഫ്റ്റ്വെയർ എന്താ പറയുന്നത്, നെറ്റ്വർക്ക്, GST നെറ്റ്വർക്ക് എന്ന് എന്താണ്, സെർവർ എവിടെ ഇരിക്കുന്നു? സെർവർ ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്നു. സെർവറിനകത്ത് എന്താണ് ഇന്ത്യ മൊത്തമുള്ള ബിസിനസ് എത്ര പേര് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം 1,40,00,000 ആൾക്കാർ എടുത്തിട്ടുണ്ട്. GST അത്രയും ബിസിനസ്സുകാർ രജിസ്ട്രേഷൻ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ആ കമ്പ്യൂട്ടർ കൊണ്ടാണ് ഓടുന്നത്. 1,40,00,000 പേരുടെ ഡേറ്റ കിടന്ന് ഓടുന്നതാണ് ആ ഒറ്റ സെർവറിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് കൺട്രോളുണ്ട് അല്ലേ, ആരും കൈവിട്ട് പോകത്തില്ല. പല സിസ്റ്റത്തിലാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ അത് വേണ്ട, ഒറ്റ സെർവറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 1,32,40,000 ഇടയ്ക്ക് ആൾക്കാർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പാർട്ട് 2 വരെയല്ലേ പറഞ്ഞേ. പാർട്ട് 3 എഴുതിയോ? ഡീറ്റെയിൽസ് ഓഫ് ITC ഫോർ ദ ഫിനാൻഷ്യർ. അതിനകത്തുള്ള സബ് ഹെഡിങ് ആയ ഡീറ്റെയിൽസ് ഓഫ് ITC അവൈലബിൾ ഡ്യൂറിങ് ദ ഫിനാൻഷ്യർ സബ് ഹെഡിങ് എഴുതണോ? വേണ്ടല്ലോ. ഡീറ്റെയിൽസ് ITC അവൈലബിൾ ഡ്യൂറിങ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണ് ITC-ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 3 പറയുന്നത്. അടുത്ത അവൈൽ എത്ര ITC അവൈൽ ചെയ്തു, ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ് ആൻഡ് ഇൻഎലിജിബിൾ
ITC ഫോർ ദ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ്, ഒരു വർഷം മൊത്തമായിട്ട് റിവേഴ്സ് ചെയ്ത് എത്രയാണ് ITC ഫോർ ദ ഇന്നെലിജിബിൾ ITC. എപ്പോഴാണ് ഇന്നെലിജിബിൾ ആകുന്നത്? റിവേഴ്സ് ചെയ്യേണ്ട വരുന്നത് എപ്പോഴാണ്? ഇന്നെലിജിബിൾ ആകുന്ന എപ്പോഴാണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പം, ഗുഡ്സ് കിട്ടാതിരിക്കുക, പിന്നെന്താണ്, ഇൻവോയ്സ് ഇല്ലാതിരിക്കുക, ഫയൽ ചെയ്യാതിരിക്കുക, 180 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് അവർ പാർട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ അതും പോകും അല്ലേ? 180 ഡേയ്സിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ പോകും. പിന്നെന്താണ്, അങ്ങനെ എന്തായാലും നമ്മൾ ബിസിനസ് കാര്യത്തിന് അല്ലാത്തടത്ത് റിവേഴ്സ് ചെയ്യണം. നമ്മൾ വീട്ടുകാര്യത്തിന് വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ട് നമുക്ക് എടുക്കാമോ? എപ്പോഴാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാവുന്നത്? ഫർദറൻസ് ഓഫ് ബിസിനസ്. ഫർദറൻസ് ഓഫ് ബിസിനസ് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം എടുക്കാം. ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ചാർട്ടേഡ് അക്കൗണ്ടാണ്, അന്ന് പറഞ്ഞല്ലേ എനിക്ക് എറണാകുളത്ത് ഒരു ഓഫീസ് തുടങ്ങണം, അവിടെ ഒരു AC വാങ്ങിച്ചു, ഞാൻ അങ്ങോട്ട് പോയി പോലും ഇല്ല. അവിടെ ഒരു ബിൽഡിങ് റെൻറ്റിന് എടുത്തു, ബിൽഡിങ് പണിതു, ബിൽഡിങ് പണിത് അതിൻ്റെ നെറ്റീസ് എടുക്കാൻ പറ്റുമോ? ബിൽഡിങ് അവിടെ പണിത് ഒരു ബ്രാഞ്ച് ഓഫീസ് പണിയ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു. സ്ഥലത്തിന് എന്താണ് പറയുന്നത്? അതിന് ഇത് ലാൻഡിന് ഇതുണ്ടോ? GST ഉണ്ടോ? എവിടെ പറഞ്ഞിരിക്കുന്നത്? അനക്ഷർ അല്ലേ? അനക്ഷർ അത് ലാൻഡ്, റിയൽ എസ്റ്റേറ്റ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് എക്സംപ്റ്റ് ഉള്ളത്? ലാൻഡ് ഇല്ല. ബിൽഡിംഗ് ആണെങ്കിലോ, നമ്മളൊരു ബിൽഡിംഗ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വയ്ക്കുവാണെങ്കിൽ അതിനും ഇല്ല, അതും റിയൽ എസ്റ്റേറ്റ് എക്സംപ്റ്റിനകത്ത് വരും. പക്ഷെ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാണ്. എന്താണ് അതിനകത്ത് പ്രശ്നം? എന്താണ്? നമ്മൾ അവരെ നിന്ന് പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടി സർവീസ് ചെയ്യണം. വേറൊരു വ്യക്തിക്ക് സർവീസ് ചെയ്യുമ്പോഴാണ് GST വരുന്നത് അല്ലേ? നമുക്ക് തന്നെ സർവീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നറിയില്ല. അവർ ലോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞേക്കാം, ഈ റേറയുടെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും. എന്താണ് അഡ്വാൻസ് വാങ്ങിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ കാശ് കൊണ്ട് പണിയുമ്പോൾ ആർക്കായിട്ടാണ് ഈ സർവീസ് ചെയ്യുന്നത്? നമുക്ക് തന്നെ സർവീസ് ചെയ്യാം. നമുക്ക് ഒരാൾക്ക് തന്നെ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റിയല്ല. എന്താണ് അങ്ങനെ സപ്ലൈ എന്ന് പറയാൻ പറ്റുക അല്ലേ? ഒരാൾ വാങ്ങിക്കാനും കൊടുക്കാനും ഒരാൾ വേണം. പിന്നെന്ത് വേണം? അത് സപ്ലൈക്ക് വരണമെങ്കിൽ എന്തൊക്കെ വേണം? സപ്ലൈ ആണെങ്കിൽ എന്തൊക്കെ വേണം? ഫർദറൻസ് ഓഫ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ വേണ്ടാത്ത കേസ് എവിടെ പറയുന്നു? അതും പറയുന്നുണ്ട് അനക്ഷറിനകത്ത് അല്ലേ? ഇതിൻ്റെ സപ്ലൈ നമ്മൾ റിലേറ്റഡ് പാർട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ റിലേറ്റഡ് പാർട്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് അയക്കുന്നു, ട്രാൻസാക്ഷൻ സപ്ലൈ ഒന്നും കൺസിഡറേഷൻ ഒന്നും ഇല്ല. പക്ഷെ അതും സപ്ലൈ ആയിട്ട് കണക്കാക്കണം. പക്ഷേ ഡെഫിനിഷൻ സപ്ലൈയുടെ ഡെഫിനിഷനകത്ത് ബേസിക്കായിട്ട് വേണ്ട കാര്യമാണ് കൺസിഡറേഷൻ അല്ലേ? കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാതെ അതിന് GST ഇല്ല. പക്ഷേ കൺസിഡറേഷൻ ഇല്ലെങ്കിലും GST ആയിട്ട് സപ്ലൈ ആയിട്ട് കണക്കാക്കണം പറഞ്ഞ അനക്ഷർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ റിലേറ്റഡ് പാർട്ടിക്ക്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അവിടെയുള്ള ഈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഏജൻറ്റിന് കൊടുക്കുക, ഏജൻറ്റിന് കൊടുക്കുന്ന അങ്ങോട്ട് അടിച്ചിട്ട് പ്രിൻസിപ്പൽ ഏജൻ്റാണെങ്കിലും സപ്ലൈ ചെയ്യുമ്പോൾ അപ്പോഴേ GST അടച്ചിട്ട് ഏജൻറ്റ് അങ്ങനെ അപ്പോൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ GST എടുക്കണമെന്നെല്ലാം ഇവിടെ പറയുന്നു, അനക്ഷറിൽ പറയുന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട്, എടുത്ത് പറയുന്നതുകൊണ്ട് അത് GST ഉണ്ട്. ഏതൊക്കെ GST സപ്ലൈ അല്ല എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മൂന്ന് അനക്ഷരമുള്ള ഒന്നെന്ന് പറയുന്നത് എന്താണ്? വേണ്ടാതെ ഉള്ളത്. രണ്ടാമത്തെ എന്താണ്? ചില കാര്യങ്ങൾ സപ്ലൈ സർവീസായിട്ട് കണക്കാക്കണം. ഹോട്ടലിൽ പോയി കടലയും പുട്ടും പയറും കൂടെ കഴിച്ചു, നോക്കുമ്പോൾ പുട്ടും പയറുമാണ്, ഗുഡ്സാണ്. അതെന്തായിട്ട് കണക്കാക്കണമെന്ന് എവിടെ പറയുന്നത്? സർവീസായിട്ട് കണക്കാക്കണമെന്ന് അനക്ഷറിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സർവീസായിട്ട് എടുത്ത് ടാക്സ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സർവീസാണ്. അപ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ പുട്ടും കടലയല്ല കഴിച്ചത്. അവരെന്താ ചെയ്യുന്നത്? പുട്ടും കടലയും സപ്ലൈ ഓഫ് ഗുഡ്സായിട്ട് പറയാൻ നോക്കുമോ? എന്തുകൊണ്ടാണ്? സർവീസ് എന്ന് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ കാര്യങ്ങൾ സർവീസായിട്ട്, വർക്ക്സ് കോൺട്രാക്റ്റ് സർവീസായിട്ട് കണക്കാക്കണം, അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങി, എറണാകുളത്ത് തുടങ്ങി. അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു. GST അതിനകത്ത് ആപ്ലിക്കബിലിറ്റി ഉണ്ടോ? ഇല്ല. നെയ്തർ സപ്ലൈ അല്ലേ? ഇതിനകത്ത് വരുന്നില്ല, ലയബിലിറ്റി ഇല്ലാതെ വരുന്ന എല്ലാ ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. പിന്നെ അവിടെ ബിൽഡിംഗ് പണിതു, അതിന് കുറേ മെറ്റലും കമ്പിയൊക്കെ വാങ്ങിച്ചു, GST ഒക്കെ ഉണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമോ? എല്ലാം ഫർദറൻസ് ഓഫ് ബിസിനസ് അല്ലേ? എൻ്റെ ബിസിനസ് ഫർദർ ചെയ്യാനാണ് ഞാൻ അവിടെ ബ്രാഞ്ച് തുടങ്ങുന്നത്. എടുക്കാം. എന്ത് പറയുന്നു? കമ്പി സിമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിലെ ബിൽഡിംഗ് പണിയാക്കുള്ളൂ. എടുക്കാൻ പാടില്ല കേട്ടോ. എന്തുകൊണ്ടാണ്? അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയും. ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളൊരു മെഷീനറി വാങ്ങിച്ചാൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടണം. പക്ഷേ അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചർ, മെഷീനറി വെക്കാനുള്ള പണിക്കുള്ളതെല്ലാം സ്ട്രക്ചർ പണിയിൽ നിന്നൊക്കെ എടുക്കാം. പക്ഷേ സിവിൽ കൺസ്ട്രക്ഷൻ ഒന്നും എടുക്കാൻ പാടില്ല.
അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കഡ് കളിച്ചുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഇടാൻ വിട്ടുപോയാലും കൂടുതൽ അടയ്ക്കാൻ പൈസ അടയ്ക്കുന്ന രീതിക്കാണെങ്കിൽ GST അതിനോട് കറക്റ്റ് ചെയ്യും. കൂടുതൽ ഇൻപുട്ട് ടാക്സ് കഴിച്ചെടുക്കാൻ നോക്കരുത്. ഗവൺമെൻറ് നഷ്ടം ഉണ്ടാകുന്ന ഒരുപാടും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. അതാണ് GST അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ITC റിവേഴ്സ്ഡ് ആൻഡ് ഇൻഎലിജിബിൾ ITC ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ പറഞ്ഞ ഏകദേശം അതിൻ്റെ സപ്പോർട്ടാണ്. പിന്നെ 8ാമത്തെ പാർട്ട് അതർ ITC റിലേറ്റഡ് ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് പാർട്ട് 3 വരെ പറഞ്ഞേ. പാർട്ട് 4 ദ ഡീറ്റെയിൽ ഓഫ് ടാക്സ് പെയ്ഡ് ആസ് ഡിക്ലെയർ റിട്ടേൺ ഫയൽ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അടുത്ത് എഴുതുക പാർട്ട് 4. പാർട്ട് 3 വരെയല്ലേ എഴുതിയേ. പാർട്ട് 4 വരുന്നതാണ് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് ആസ് ഡിക്ലെയർഡ് ഇൻ റിട്ടേൺ ഫയൽഡ് ഡ്യൂറിങ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം. ഞാൻ അവിടെ ഓഫീസ് പണിതുകൊണ്ടിരിക്കുമല്ലേ. ഓഫീസ് കമ്പിങ് എടുക്കാൻ പാടില്ല. അതായത് ബ്ലോക്ക് സെക്ഷനിൽ പറയുന്നുണ്ട്, CGST ആക്ട് പറയുന്നുണ്ട് അത് ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ഞാനൊരു വണ്ടി വാങ്ങിച്ചു, അങ്ങോട്ട് പോകാൻ എറണാകുളത്തോട്ട് പോകാൻ പുതിയൊരു വണ്ടി വാങ്ങിച്ചു. എടുക്കാൻ പറ്റുമോ? എന്താ പേഴ്സണൽ അവിടെ എൻ്റെ ഓഫീസിൽ നിന്ന് പോകണ്ടേ? അവിടെ പോയല്ലേ സർവീസ് ചെയ്യണ്ടേ? എൻ്റെ അഡ്വാൻസ്മെൻ്റ് ബിസിനസ് അല്ലേ. കൺസിഡറേഷൻ കൊടുക്കുകയും ചെയ്തു. റൂളും ബില്ലും കിട്ടി, CGST ബില്ലും കിട്ടി. എടുക്കാം ഇൻപുട്ട് ടാക്സ് കടിച്ചേ. എന്താ ബ്ലോക്കഡ് ക്രെഡിറ്റാണ് അതും കേട്ടോ. ബ്ലോക്കഡ് ക്രെഡിറ്റാണ്. 13 താഴെയുള്ളതാണെങ്കിൽ എടുക്കാൻ പാടില്ല. 13 മുകളിലോട്ടാണെങ്കിൽ സീറ്റുള്ള സ്റ്റാഫിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കേട്ടോ. 13 സീറ്റുള്ള കാറൊന്നും ഇല്ലല്ലോ. അത് ട്രാവലറൊക്കെ അല്ലേ. അതൊക്കെ സ്റ്റാഫിന് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെയാണ് എടുക്കാം, അല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വീട് ഓഫീസ് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഞാൻ സ്ഥലം വാങ്ങിച്ച് GST ഇല്ല. ബിൽഡിംഗ് പണിതു, കമ്പിയും സിമെൻറ്റും ഒക്കെ വാങ്ങിച്ചു, അതിൻ്റെ ഇൻപുട്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഞാനോട് AC വാങ്ങിച്ചു, എടുക്കാവോ? എടുക്കാവോ? ഉറപ്പിച്ച് പറയാം, എടുക്കാം. എന്തായാലും അഡ്വാൻസ്മെൻ്റ് ആണ്. ഞാൻ അവിടെ അങ്ങോട്ട് പോയി പോലും ഇല്ല, ഒരു ഫയൽ പോലും ഇല്ല. ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏത് മാസം ആ ദിവസം തന്നെ എടുക്കാവോ? ഞാനിവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു AC വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു, ബില്ല് കിട്ടി, സാധനം വന്നു, അവർ റിട്ടേൺ ഫയൽ ചെയ്തു, പൈസ അടച്ചു, ഇത്രയും മനസ്സിലായി. ഇപ്പോൾ ഈ മാസം എടുക്കാം ഇൻപുട്ട്. ഇത് തുടങ്ങണോ? ഞാൻ ഇവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെൻ്റെ അഡ്വാൻസ്മെൻ്റ് അല്ലേ. തുടങ്ങണമെന്നൊന്നും ഇല്ല, ഞാനിവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഫർദർനെസ്സിനായതുകൊണ്ട് എടുക്കാം. അത് അത്രയും ലിബറലാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് അത്രയും ലിബറലാണ്. സമയത്തിനുള്ളിൽ എടുക്കണം. എന്നോരെ ലാസ്റ്റ് ഡേറ്റ് എടുക്കാവുന്നത് ഒരു വർഷത്തെ ഇൻപുട്ട് ടാക്സ് ബില്ലെല്ലാം ഉണ്ട്, സാധനമെല്ലാം വന്നു. നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ സമയം വെച്ചുകൊണ്ട് അത് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് നോട്ടീസ് വന്നിരിക്കുക അല്ലേ. അതിന് കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് എടുത്തെന്ന് പറഞ്ഞിരിക്കുക. സമയം കഴിഞ്ഞ് ഏതാണ് സമയം ലാസ്റ്റ് ഡേറ്റ്? സെപ്റ്റംബറിൽ റിട്ടേൺ പറയുന്ന ഡ്യൂ ഡേറ്റ്. അല്ലെങ്കിൽ എന്നാണ് ഫയൽ ചെയ്തത്? റിട്ടേൺ ഫയൽ ചെയ്യില്ല. സെപ്റ്റംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ഏതാണ്? എന്നാ ലാസ്റ്റ് ഡേറ്റ്? സെപ്റ്റംബർ റിട്ടേണോ നവംബറോ? ഒക്ടോബർ അല്ലേ? ഒക്ടോബർ 20. ഒക്ടോബർ 20 3B ഫയലിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അന്ന് വരെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഒക്ടോബർ 30 ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാവുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും, അത് നോക്കിക്കോണം. ഒക്ടോബർ 30 വരെയാണ് സാധാരണ CGST റൂൾ ആക്ട് അനുസരിച്ച് എടുക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ്. അതാണ് ഒക്ടോബർ 20. അല്ലെങ്കിൽ എപ്പോഴാണോ ഫയൽ ചെയ്തത്, 10-ാം തീയതി ഫയൽ ചെയ്തെങ്കിൽ 10-ാം തീയതി വരെ എടുക്കാൻ പോകുള്ളൂ. ഒക്ടോബർ 20 ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. എന്താണ് സെപ്റ്റംബർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 20 കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്യുമെങ്കിൽ ഒക്ടോബർ 20 നിൽക്കും. ഒക്ടോബർ 20 മുമ്പാണ് ഫയൽ ചെയ്യുമെങ്കിൽ അതുവരെ ഉള്ളൂ. മനസ്സിലായി? ഒക്ടോബർ 20 മുമ്പ് ഫയൽ ചെയ്യുകയാണ്. ഒക്ടോബർ 20 ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ലേറ്റായിട്ട് ഫയൽ ചെയ്താൽ കിട്ടത്തില്ല. ഒക്ടോബർ 20 മുമ്പ് 10-ാം തീയതി ഫയൽ ചെയ്യുമെങ്കിൽ 10-ാം തീയതി വരെ ഉള്ളൂ. പാർട്ട് 4 എഴുതിയോ? ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് ആസ് ഡിക്ലെയർ ഇൻ റിട്ടേൺ ഫയൽ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. എഴുതിയോ? ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് ആസ് ഡിക്ലെയർ ഇൻ ദ റിട്ടേൺ. നമ്മൾ റിട്ടേൺ ഫയലിനകത്തുള്ള ഇതെല്ലാം ഇങ്ങോട്ട് ഓടി വരും തന്നെ. GST ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുമ്പോൾ റിട്ടേൺ ഫയൽ എല്ലാം സമ്മറി എല്ലാം ഓടി ഇതിനകത്ത് കയറി കിടക്കും. അതെല്ലാം വെരിഫൈ ആയിട്ട് അഡീഷണൽ ആയിട്ട് അടയ്ക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ നമുക്ക് മാറ്റാവുള്ളൂ. ഏതാണ്? ഒരു ഫിഗർ മാത്രമേ മാറ്റാനൊക്കെ ഉള്ളൂ. കൂടുതൽ ഈ ടാക്സബിൾ ടേൺ ഓവർ കൂടിയിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അഡീഷണൽ ഏത് ചെല്ലാനിൽ അടയ്ക്കുന്നത്? എന്താ ആലുവിനെ ഏത് ചെല്ലാനിൽ അടയ്ക്കുന്നത്? അഡീഷണൽ അടയ്ക്കണമെങ്കിൽ DRC 03 അടയ്ക്കണം. നമ്മൾ അഡീഷണലായിട്ട് നമുക്ക് ഒറ്റ കോളം മാത്രമേ അൾട്ടർ ചെയ്യാൻ ഒക്കെയുള്ളൂ. ഏതാണ്? ടാക്സ് അടച്ചാൽ അതുപോലെ വന്ന് കിടക്കും. ഇൻട്രസ്റ്റും പെനാൽറ്റി എല്ലാം അടച്ച് തന്നെ ഓട്ടോമാറ്റിക് വന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഏതാണ് മാറ്റാവുന്നത്? ടാക്സബിൾ ടേൺ ഓവർ. ടാക്സബിൾ ടേൺ ഓവർ മാറ്റിക്കഴിഞ്ഞാൽ അഡീഷണൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ DRC 03 അടച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ കേട്ടോ.
ഇപ്പോൾ നമ്മൾ പാർട്ട് 3 ഏതാ പറഞ്ഞത്? ഇനി അടുത്ത പാർട്ട് 5 പറഞ്ഞോ? പാർട്ട് 5 അടുത്ത പാർട്ട് 5 പർട്ടിക്കുലേഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ ഫോർ ഫിനാൻഷ്യൽ 17 22 23 ആണെങ്കിൽ particulars of transaction for the current year. Part 5 of the particulars of transaction for the current year. Declare in the return in the next return. ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അടുത്ത വർഷം വരെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സ്ഥലമാണ്. ഈ വർഷത്തെ റിട്ടേൺ ഈ വർഷത്തെ മിസ്സായിക്കാം. ഇപ്പോൾ ഇത്തവണ ഈ വർഷം നമ്മൾ കുറേ സാധനം മിസ്സായിപ്പോയി. ഇൻവോയ്സ് ഒക്കെ ഇടാൻ വിട്ടുപോയി. അല്ലെങ്കിൽ സാധനം ഗുഡ്സ് വന്നില്ലായിരുന്നു. നമുക്ക് എന്നുവരെ എടുക്കാം അതിന് ക്രെഡിറ്റ്, എന്നുവരെ ഇൻവോയ്സ് ഒക്കെ 1 അപ്ലോഡ് ചെയ്യാം, എന്നുവരെ അപ്ലോഡ് ചെയ്യാം. തെറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും പഴയ ഡേറ്റിട്ട് എന്നുവരെ അപ്ലോഡ് ചെയ്യാം. ഈ സെപ്റ്റംബർ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കേട്ടോ. സെപ്റ്റംബർ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഇതിനകത്ത് ആനുവൽ റിട്ടേണിലും അത് കയറി വരും അല്ലേ? വരണ്ടേ? ഇവിടെ ലൈബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിലേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുവരെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഈ 22 23 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുവരെ നമുക്ക് ക്ലെയിം ചെയ്യാം. 22 23 മാത്രമല്ല, എന്നുവരെ ക്ലെയിം ചെയ്യാം? 23 സെപ്റ്റംബർ വരെ അല്ല, 23 സെപ്റ്റംബർ 23 മാർച്ചും കഴിഞ്ഞ് പോയി. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 6 മാസം കൂടെ അല്ലേ? 6 മാസം കൂടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. നമ്മൾ ഇയാളുടെ ലൈബിലിറ്റി ഈ 22 23 ലൈബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതുകൂടെ ബാധമല്ലേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം ഈ വർഷം. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ റിട്ടേൺ മാക്സിമം ചെയ്യാവുന്ന അടുത്ത വർഷത്തേക്കല്ല എടുക്കേണ്ടത്. ഏത് വർഷത്തെ? ഈ വർഷം തന്നെ എടുക്കണം. അപ്പം ഈ 22 23 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തെ റിട്ടേൺ കൂടെ നോക്കണം. ഈ വർഷമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വർഷത്തെ ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടെ കാണിക്കണം കേട്ടോ. അതിനുള്ള കോളമായിട്ടിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് അക്കൗണ്ട് ഓഫ് ഡിക്ലറേഷൻ. അടുത്ത അതാണ് പാർട്ട് 5 പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ കറണ്ട് ഇയർ ഡിക്ലെയർ ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. അതാണ് പാർട്ട് 5 പറയുന്നത്. ഇനി പാർട്ട് 6 അതർ ഇൻഫർമേഷൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് റീഫണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ വരും, ഓട്ടോമാറ്റിക് വരുമെന്ന് തോന്നുന്നു. അതർ ഇൻഫർമേഷൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ഡിമാൻഡ്സ് ആൻഡ് റീഫണ്ട്സ്. എത്രണ്ണമായി? പാർട്ട് എത്രയായി? 6 ആയല്ലോ. അതിനകത്താണ് HSN എല്ലാം വരുന്നത് കേട്ടോ. അതർ ഇൻഫർമേഷൻ അതാണ് HSN കോഡും IHSN വൈസും. HSN എല്ലാം നമുക്കൊരു ക്ലാസ് വെക്കണം. HSN ആലുവിന് എടുക്കാൻ പറ്റും. HSN കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് 9B 9 എന്നിപ്പോൾ എന്താ പറയുക? GST 9ൻ്റെ കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ. എത്ര പാർട്ടുണ്ട്? 6. അന്ന് വായിച്ച് ഉറക്കം വായിച്ചേ. എന്നിട്ട് ഇന്ന് ഉറക്കം വായിച്ച് ഉറക്കമൊക്കെ പോട്ടെ. അല്ലെങ്കിൽ ഒരാളൊന്ന് വായിക്കുക, അടുത്ത ആളൊന്ന് വായിക്കും. ആ, എഴുന്നേറ്റേക്ക്. ആ, രണ്ടാമത്തെ ഔട്ട്വേർഡും ഇൻവേർഡും പറയും. സെയിൽ കാണിക്കുന്നു ഔട്ട്വേർഡും ഇൻവേർഡും. ആ, അടുത്ത ITC ആയിട്ട് ബന്ധപ്പെട്ടുള്ള 3 സിമ്പിൾ. ആദ്യം എന്തായിരുന്നു? ജനറൽ അവൻ്റെ GST നമ്പർ എത്ര, അതാണ് ഇതാണൊക്കെ. രണ്ടാമത്തെ എന്താണ്? സെയിൽസ്, ഇൻവേർഡ് സപ്ലൈ ടാക്സബിൾ ആയിട്ടുള്ള ഇൻവേർഡ് സപ്ലൈ, എക്സ്റ്റൻഡ് സപ്ലൈ എല്ലാം കാണിക്കുന്നതാണ് പാർട്ട് 2. പാർട്ട് 3 എന്താണ്? ITC ആയിട്ട് ബന്ധപ്പെട്ട. അടുത്ത പാർട്ട് 4 പറഞ്ഞോ. ടാക്സ് പെയ്ഡ് ഡിക്ലെയർ നമ്മൾ റിട്ടേണിൽ കാണിച്ച GST 3B ഒക്കെ 1 ഒക്കെ ഫയൽ ചെയ്യില്ലേ? അതിനകത്ത് കാണിച്ച റിട്ടേൺ അല്ല, അതിനകത്ത് വന്ന് കിടക്കുക. ഒരു കോളം മാത്രം കറക്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്? ടാക്സബിൾ ടേൺ ഓവർ മാത്രം കൂട്ടി കൊടുക്കാം. അതിന് അഡീഷണൽ ടാക്സ് ഉണ്ട്. ഏതാണ് അടയ്ക്കണം? ഏജ് എല്ലാം അടയ്ക്കണം. DRC 03 എഴുതിക്കുക, നോട്ട് ചെയ്തോ. DRC 03 ആണ് ചെല്ലാൻ അഡീഷണൽ ടാക്സ് അടയ്ക്കുന്നത്. അടുത്ത പാർട്ട് ഏതാണ്? കറണ്ട് ഇയർ ഡിക്ലെയർഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവോയ്സ് നമ്മൾ അടുത്ത വർഷത്തെ റിട്ടേണിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് അല്ലേ? അടുത്ത അതർ ഇൻഫർമേഷൻ ആണ്. HSN കോഡ് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക. HSN വൈസ് നമ്മൾ സപ്ലൈ ചെയ്ത ഇൻപുട്ട് എടുത്തതിൻ്റെ HSN എടുത്തതിൻ്റെ എല്ലാം ഡീറ്റെയിൽ കൊടുക്കേണ്ട സ്ഥലങ്ങളാണ്. ബാക്കി ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പം ഒരു സമ്മറി ആയല്ലോ, എന്താണ് പെനാൽറ്റി, എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ. ഇപ്പോൾ 22 23 ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? 30. അതങ്ങനെ അറിഞ്ഞിരിക്കണം. അന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസം എത്ര രൂപ വെച്ച് വരും പെനാൽറ്റി? 200 പെർ ഡേ വരും. അത് എന്താണ് 9C? ഇനി 9C കൂടെ പറഞ്ഞത് പെട്ടെന്ന് സമ്മറി മാത്രം പറയുക കേട്ടോ. 9C എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 9Cയുടെ ഹെഡിങ് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ നോട്ട് ചെയ്തോ. നമ്മൾ പറയാൻ പോകുന്നത് പർപ്പസ് ഓഫ് GST ഫയലിംഗ് GST 9C. ആദ്യം പറയുന്നത് പർപ്പസ് ഓഫ് GST 9C.
എന്തിനാണ് GST 9C വെച്ചിരിക്കുന്നത്? ബുക്സും റെക്കൺസിലേഷൻ ആണ് എൻ്റെ സമ്മറി പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്? ചുമ്മാ ഇരുന്ന് റെക്കൺസിൽ ചെയ്തോട്ടെന്ന് വിചാരിച്ചാണോ? ടാലി ആക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാലും അത് പറയാം. എന്താണ് പർപ്പസ്? എന്താണ് ലക്ഷ്യം? ലക്ഷ്യം വേണമല്ലോ ഇതിപ്പോൾ. അല്ലെങ്കിൽ ഇത്രയും ഫോമെല്ലാം ഇത് വില്ലേണ്ട കാര്യമുണ്ടോ? ടാലി ആക്കേണ്ട കാര്യം എന്താണ്? ടാക്സ് എല്ലാം എവേഷൻ ഉണ്ടോ അല്ലേ? ട്രാൻസ്പെറൻസി അല്ലേ? ട്രാൻസ്പെറൻസി എന്താണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഒരു ഓഡിറ്റ് ഫോമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് കമ്പൽസറി അല്ലാത്ത വീട്ടിലാണ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പർപ്പസ് ഓഫ് GST 9C ഇതാണ്. എന്താണ്? ആക്യുറസി ഓഫ് ദ റിട്ടേൺ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദ സിസ്റ്റം. ആക്യുറസി ഓഫ് ദ റിട്ടേൺ ടു എൻഷുർ അറിഞ്ഞിരിക്കോ. പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ദ റിട്ടേൺ ഫയൽഡ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദ റിട്ടേൺ ഫയലിംഗ് സിസ്റ്റം. ഇയാൾ കറക്റ്റായിട്ടാണ് കാണിച്ചതെന്നുള്ള ഒരു ഓഡിറ്റ് മോഡലിലുള്ള റെക്കൺസിലേഷനാണ് ഇരുന്നത്. എന്താണ് നമ്മൾ റെക്കൺസിലേഷൻ? വാട്ട് ഈസ് GST? അടുത്ത ഹെഡിങ് കേട്ടോ. വാട്ട് ഈസ് GST 9C? എന്താ നമ്മൾ ചെയ്യുന്നത് GST 9Cക്കകത്ത്? ആരൊക്കെ തമ്മിലാണ് ചെയ്യുന്നത്? എന്തൊക്കെ തമ്മിലാണ് റെക്കൺസിൽ ചെയ്യുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് പറയാനൊക്കെയല്ല. ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ദീസ് ആർ റെക്കൺസിലേഷൻ ബിറ്റ്വീൻ ആനുവൽ റിട്ടേൺ ഫയലില്ല. നമ്മളിപ്പോൾ GST 9 നേരത്തെ പറഞ്ഞില്ലേ? GST 9ഉം ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടുള്ള റെക്കൺസിലേഷനാണ്. എന്തിനാണ് റെക്കൺസിൽ ചെയ്യേണ്ടി വരുന്നത്? ടീച്ചർ റെക്കൺസിലേഷൻ ബിറ്റ്വീൻ ആനുവൽ റിട്ടേൺ ഫയൽഡ് ആൻഡ് ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്കാണല്ലോ ഓഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെന്താ പറയുന്നത്? ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? ചീസ് ടാലി വിത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? ബുക്ക് തന്നെയാണ് ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബുക്കിലെ ബാലൻസ് ആണ് ഓഡിറ്റർ ഫിനാൻസ് അല്ലേ? എനിക്കിടെ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബുക്കിൽ നിന്നല്ലേ ടാലി എന്നല്ലേ പുറക്കെടുത്തത്? ബുക്ക് ടാലിയാണ് ബുക്ക്. ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്മറി എന്താണ്? നമ്മൾ സൈൻ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതിനാണ് ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് ബുക്കുമായിട്ട് ടാലി ആയിരിക്കും. അപ്പോൾ ബുക്ക് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് റെക്കൺസിൽ ചെയ്യുന്നത്? ഓഡിറ്റർ ഫിനാൻഷ്യൽ GST 9ഉം GSTയെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയാണ് GST 9ലാണ്. GST 9ഉം ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ടുള്ള റെക്കൺസിലേഷനാണ്. എന്തിനാണ് ഇങ്ങനെ റെക്കൺസിൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ റെക്കൺസിലേഷൻ വരുന്നത്? ഏറ്റവും ടാലിയായി പോകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് റെക്കൺസിലേഷൻ വരുന്നത്? ടാക്സ് അവോയ്ഡൻസ് മാത്രമല്ല, അല്ലാതെ തന്നെ GST റൂൾ അനുസരിച്ച് കുറേ കാര്യങ്ങൾ സപ്ലൈ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് സപ്ലൈ അല്ല, അത് സർവീസ് അല്ല. എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ? നമ്മൾ ഇവിടുന്ന് ഒരു കുറേ ഗുഡ്സ് എല്ലാം കൂടെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ ചെന്നൈയിലുള്ള ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ GST അനുസരിച്ച് GST അടയ്ക്കണോ? അടയ്ക്കണ്ടേ? ആര് പറഞ്ഞു? അടയ്ക്കണം. ഇവിടുന്ന് നമ്മൾ ഗുഡ്സ് എടുത്ത് അങ്ങോട്ട് നമുക്കൊരു പൈസയും കിട്ടിയില്ല. അങ്ങോട്ട് ചുമ്മാ ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളൂ. കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിലും ടാക്സ് ചെയ്യാൻ GST സപ്ലൈ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അൻഷർ പറഞ്ഞിരിക്കുന്നു അല്ലേ? അൻഷർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് സപ്ലൈ ആണ്. അതിന് GST നമ്മൾ വാല്യൂ ആയിട്ട് നോമിനൽ വാല്യൂ ആയിട്ട് GST അടയ്ക്കണം. പക്ഷേ അതിനകത്ത് നമ്മുടെ അക്കൗണ്ടിങ് വരുമോ? അത് നമ്മൾ സെയിൽ ഇൻവോയ്സ് റൈസ് ചെയ്യുമോ? നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ചെന്നൈയിലേക്ക് അയക്കുമ്പോൾ സെയിൽ ഇൻവോയ്സ് അപ്ലൈ ചെയ്യുമോ? എന്തോന്ന് കണ്ടുപിടിച്ച് നോക്കുന്നത്? ഇവിടെ നമ്മൾ സാധനം അങ്ങോട്ട് ചുമ്മാ അയച്ചു, നമ്മുടെ ബ്രാഞ്ച് തന്നെ അങ്ങോട്ട്. അപ്പോൾ അത് നമ്മൾ സെയിൽ ഇൻവോയ്സിലാണ് അയക്കുന്നത്. ചുമ്മാ ഗുഡ്സ് ട്രാൻസ്ഫറാണ് ഇട്ടത്. സെയിലാവുമോ? നമ്മുടെ തന്നെ ബ്രാഞ്ചിലോട്ട് അയച്ചിരിക്കുക. സപ്ലൈ ആവും, പക്ഷേ സെയിലല്ല. നമ്മുടെ ബുക്കിൽ വരുമോ? ഓഡിറ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട് സപ്ലൈ ആയിട്ട് വരുമോ? ഇല്ല, സെയിലായിട്ട് വരത്തില്ല. പക്ഷേ GSTക്കകത്ത് അതിനൊരു GST 9ൽ സപ്ലൈ ആണ്. ഇപ്പോൾ റെക്കൺസിൽ ചെയ്യണ്ടേ? ശരിയാണോ എന്ന് അറിയണമെങ്കിൽ റെക്കൺസിൽ നോക്കണ്ടേ? ഒരു കാരണം അങ്ങനെ. പിന്നെ മിസ്റ്റേക്ക് ഇതുപോലെ ഫ്രോഡോ എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിൽ ബുക്കുമായിട്ട് ടാലി അല്ലാത്ത കേസോ അല്ല വിട്ടുപോയ കേസൊക്കെ പൊങ്ങി വരാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉള്ള കാരണം ഉള്ളതുകൊണ്ടാണ് ഈ റെക്കൺസിലേഷൻ വേണ്ടത്. അപ്പോൾ ചുമ്മാ റെക്കൺസിലേഷൻ ചെയ്യാതെ ഇത് അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് 9C ഫയൽ ചെയ്തിരിക്കണം അല്ലേ? ഇവിടെ ഇട്ടില്ല. കുറേ കാര്യങ്ങൾ സപ്ലൈ ആണ് ആസ് പെർ GST റൂൾ അനുസരിച്ച്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് സപ്ലൈ അല്ല, അല്ലെങ്കിൽ അത് ഒരു ട്രാൻസാക്ഷൻ അല്ല. എക്സാമ്പിൾ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ വേറെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? റിവേഴ്സ് ചാർജിൽ നമ്മൾ GST അടച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അവിടെ എക്സ്പെൻസ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? സപ്ലൈ ആയിട്ടല്ല കിടക്കുന്നത്, റിവേഴ്സ്. അതുപോലെ April 1 തൊട്ട് 2017 എന്നോട്ടാണ് GST വന്നത്? ജൂലൈ 1 തൊട്ട് വന്നിരിക്കുന്നത്. ആ വർഷത്തെ അക്കൗണ്ട് ഫിനാൻഷ്യൽ ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവരെയുള്ള എവിടെ തൊട്ട് എവിടം വരെ കാണുന്നത്? April to March.
ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ GST 9 ഏതാ വന്നിട്ടുള്ളൂ? ഇപ്പോൾ റെക്കൺസിൽ ചെയ്യണ്ടേ? ശരിയാണോ എന്ന് അറിയണം, റെക്കൺസിൽ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ നമ്മളിപ്പം അഡ്വാൻസ് കിട്ടുമ്പോഴേ GST അടക്കണം. എവിടെ? സർവീസിലെ ആൾക്കാർ അപ്പോൾ അഡ്വാൻസ് പൈസ കിട്ടി അപ്പോഴേ GST അടക്കണം. ഇപ്പോൾ നമുക്കൊരാൾ 10,000 രൂപ അഡ്വാൻസ് തന്നു, വർക്ക് കംപ്ലീറ്റ് ആയില്ല എന്ന് ഏത് മാസം GST അടക്കണം? സെപ്റ്റംബർ മാസമാണ് നമ്മൾ GST പൈസ അഡ്വാൻസ് തന്നത്. നമ്മൾ സർവീസ് ചെയ്ത് ഡിസംബറിലാണ്. എന്നായിരുന്നു പൈസ അടക്കേണ്ട? ആ 10,000 രൂപ അഡ്വാൻസ് കിട്ടിയതിൻ്റെ GST എന്ന് അടക്കണമായിരുന്നു? സെപ്റ്റംബറിൽ അടക്കണമായിരുന്നു. അടച്ചു. പക്ഷേ ഇവിടെ നമ്മുടെ ബില്ല് അക്കൗണ്ടിൽ വരും. അത് ചുമ്മാ അഡ്വാൻസ് ആയിട്ടല്ലേ കാണിക്കുള്ളൂ. അത് സെയിലായിട്ട് കാണിക്കുമോ? സർവീസ് ഇൻകമായിട്ട് കാണിക്കുകയില്ല അല്ലേ? അഡ്വാൻസ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ GSTയുടെ റൂള് കുറേ മാറ്റമുണ്ട്. GSTയുടെ സപ്ലൈയും ടാക്സേഷൻ റൂളിൽ വ്യത്യാസമുണ്ട്, ബുക്കിലുള്ള റൂളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് റെക്കൺസിലേഷൻ വന്നാലേ ഇവർ കറക്റ്റായിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്തായാലും ബുക്കുമായിട്ട് ടാലി ആകത്തില്ലെന്ന് GST ഓഫീസർക്ക് അറിയാം. അതെന്തുകൊണ്ട് ടാലി ആയാലും അറിയണ്ടേ? ഇയാൾ തെറ്റ് കാണിച്ചിട്ടാണോ അതോ ഈ റൂളിലുള്ള വ്യത്യാസം കൊണ്ടാണോ എന്നറിയണമല്ലോ. അത് വേർതിരിച്ച് കാണിക്കാനുള്ള ഫോമാണ് GST റൂളിലുള്ള വ്യത്യാസം കൊണ്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള വ്യത്യാസം കണ്ടോ? ആ വ്യത്യാസം കൊണ്ടാണോ അതോ ഇയാൾ തെറ്റ് കാണിച്ച് ഫ്രോഡ് കാണിച്ചിട്ടാണോ ഇത് ടാലിയാകാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഫോമാണ് എന്താണ്? 9C ഫോം GSTR 9C എന്നാ പോലെ കേട്ടോ. അതിന് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. 9C പറ്റി ഇനിയും പറയുന്നത്. 9 പറഞ്ഞു കഴിഞ്ഞു, ആനുവൽ റിട്ടേൺ ഫയൽ കഴിഞ്ഞു, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു. പിടികിട്ടിയാ? 9C എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് റെക്കൺസിലേഷൻ ബിറ്റ്വീൻ എന്താണ്? ആദ്യം ഫയൽ നമ്മൾ GSTR 9 പറ്റി പറഞ്ഞില്ലേ? ആ റിട്ടേണും കുറേ ബുക്സ് ഓഫ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, പല വഴിക്കും ഉണ്ടാകാം വ്യത്യാസം. GST റൂളിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകാം, ഫ്രോഡ് കാണിച്ചാലും ഉണ്ടാകാം. ഇത് GSTR റൂളിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണോ അതോ ഫ്രോഡ് കാണിച്ചിട്ടാണോ വ്യത്യാസം വന്നതെന്ന് അറിയാനുള്ള ഫോമാണ് GSTR 9C. ഉറക്കെ പറ, എന്താ കോൺഫിഡൻ്റ് പറ. 9C. Who is liable for GSTR 9C? Who are liable? Who are liable to file GSTR 9C? Who are liable to file GSTR 9C? Section 44 and Rule 83. സെക്ഷൻ ഈ പറയുന്ന റൂളാണ്, സെക്ഷനാണ് സെക്ഷൻ 44 ഓഫ് ദ CGST ആക്ട്, റൂൾ 83. ഇതൊക്കെ കുറേയൊക്കെ മെമ്മറൈസ് ചെയ്യണം. കുറേ സെക്ഷനൊക്കെ മെമ്മറൈസ് ചെയ്ത് നമ്മുടെ ആൻസർ പേപ്പറിലോട്ട് അടിച്ച് കയറ്റി കൊടുക്കുമ്പോൾ വാല്യൂഷൻ നോക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല, കണ്ണ് തള്ളും. അയാളോട് പിന്നെ എടുത്ത് ആക്ട് എടുത്ത് നോക്കും, ഇവൻ പറഞ്ഞ് ശരിയാണോ? ആൾ ചെറിയ പുള്ളിയല്ല, മാർക്ക് 5 മാർക്ക് കൂടുതൽ, അതോടായിരിക്കും നമ്മൾ ജയിക്കുന്നത്. ആ കടമ്പ അങ്ങോട്ട് കിടക്കാം അല്ലേ? എല്ലാവരും 39, 38 വന്ന് നിൽക്കും. 40 കിടക്കാത്ത ചില സമയത്ത് ഇമ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൊക്കെ നമ്മൾ മിടുക്കരായിരിക്കണം. അങ്ങനെ നല്ല ഇംഗ്ലീഷൊക്കെ വെച്ച് കാച്ചി കൊടുക്കുന്ന ചിലർ പെട്ടെന്ന് പാസ്സാകും അല്ലേ? അതെന്തുകൊണ്ടാണ്? എല്ലാം നോക്കുന്ന മനുഷ്യരാണ്, വാല്യൂഷൻ. അവരെ ഇമ്പ്രസ് ചെയ്യുകയാണ്. ഇവനാൾ പുലിയാണെന്ന് ആകുമ്പോൾ വേഡിങ്സൊക്കെ വായിക്കുമ്പോഴേ ഇപ്പോൾ നല്ല ഇംഗ്ലീഷൊക്കെ എഴുതി വെക്കുമ്പോൾ ആൾ വിചാരിക്കും ഇവൻ നല്ല നോളജുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുത്ത് വീശി കൊടുക്കുക. ഇതുപോലെ സെക്ഷൻ കുറച്ച് നമ്മൾ കുറച്ച് സെക്ഷൻ അറിയുന്നു, നമ്മൾ അതാണ് വീശിരിക്കുന്നത്. എല്ലാം അറിയാമെന്ന് അയാൾക്ക് തോന്നുന്ന ഇമ്പ്രഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി അല്ലേ? മനുഷ്യരല്ലേ? അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ആയിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് അല്ലേ? അപ്പോൾ അതിലെല്ലാം കാര്യമുണ്ട്. മനുഷ്യരോട് ഇടപെടുമ്പോൾ ഇതെല്ലാം കാര്യമാണ്. നമ്മൾ ചെറിയ കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞ് വേറെ ആൾക്ക് കേൾക്കുന്ന വേറെ വിധത്തില്ല അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക, അതൊരു കഴിവാണ്. നല്ല ലാംഗ്വേജ്, നല്ല സംസാരം, നല്ല പ്രസൻറ്റേഷൻ, ഇതെല്ലാം ഇൻഫ്ലുവൻസിന് സഹായിക്കും. മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാ. ഒരു മെഷീനാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവൻ നോക്കും സംഭവം ഇതൊക്കെ ടാലിയാണോ അല്ലേ? എക്സാക്ട്ലി ടാലിയാലും പക്ഷേ മനുഷ്യനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ചെറിയ കാര്യത്തിൽ അവൻ്റെ മനസ്സ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവന് ചിലപ്പോൾ അങ്ങ് ലിബറലായി മാർക്കിടും അല്ലേ? അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. പർപ്പസ് ഓഫ് GSTR 9C പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് GSTR 9C എഴുതിയോ? 83 കേട്ടോ. റൂൾ 83 സെക്ഷൻ 44 ഓഫ് ദ CGST ആക്ട്. ആരാണ് ലൈബിളായിട്ടുള്ളത്? അഗ്രിഗേറ്റ് ആനുവൽ ടേൺ. അത് വിട്ടുപോകരുത്. നമ്മളെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കരുത്. അയാളുടെ പാൻ കാർഡിൽ അയാൾ എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ അത്രയും രജിസ്ട്രേഷൻ ടേൺ ഓവർ കൂട്ടിയിട്ട് അതിനകത്ത് ടാക്സ് ടേൺ ഓവറും എക്സംപ്റ്റ് ടേൺ ഓവറും നോട്ട് ലൈബിൾ ടേൺ ഓവറും എല്ലാം കൂടെ എടുക്കുന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയുന്നത്. അതെത്ര ആകുമ്പോഴാണ്? എക്സീഡ് ചെയ്യുമ്പോഴാണോ? 5 കോടി ആകുമ്പോഴാണോ ചോദിച്ചത്? 5 കോടി, അയാളുടെ കറക്റ്റ് 5 കോടി വന്നിരിക്കുകയാണ്. GST ഓടിച്ച് 9C ഫയൽ ചെയ്യണോ? വേണ്ട. 9C 5 കോടിക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ GSTR 9C ഫയൽ ചെയ്യണം. അവരാണ് ലൈബിൾ. അപ്പോൾ ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് ₹5 crore
യു ആർ ലൈബിൾ ടു ഫയൽ GSTR 9C. അല്ലെങ്കിൽ ഓപ്ഷനാണ് കേട്ടോ, ബാക്കി എല്ലാവർക്കും ഫയൽ ചെയ്യാം, താഴെയുള്ളവർക്ക് ഫയൽ ചെയ്യാം, അത് ഓപ്ഷനാണ്, വേണോ വേണ്ടോ അവർ തീരുമാനിക്കാം. ഇത് മാൻഡേറ്ററി ആണ്. ആരെ 5 കോടിക്ക് മുകളിലുള്ളവരെ കമ്പൾസറി ആയിട്ട് ചെയ്യണം. അതിനും പെനാൽറ്റി ഉണ്ടോ? എന്ത് പറയുന്നു ആൽവിൻ? 9C ഫയൽ ചെയ്യൽ പെനാൽറ്റി ഉണ്ടോ? ഇല്ലേ? ഒരു ഉറപ്പില്ല. ഇത് പ്രത്യേകിച്ച് പ്രൊവിഷനൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് കുറ്റം കാണിച്ചാലും GSTക്കകത്ത് ഒരു ചെറിയ കുറ്റം കാണിച്ചാലും ഒരു ജനറൽ പെനാൽറ്റി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ജനറൽ പെനാൽറ്റി പറയുന്നത് എന്താണ്? CGST ആക്ട് പറഞ്ഞ് 25,000 രൂപ മിനിമം. ഇപ്പോൾ SC/ST ഓടി വരും, നമുക്ക് 25,000 വേണമെന്ന് പറയും. ഇപ്പോൾ എത്രയായി? 50,000 രൂപ പെനാൽറ്റി മിനിമം അടയ്ക്കണം. ഇപ്പോൾ ഓഡിറ്റ് ചെയ്ത് നമ്മൾ തെറ്റായ ഇതിനകത്ത് ജനറൽ പെനാൽറ്റി ഉള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ആസ്ക് ഫോർ ജനറൽ പെനാൽറ്റി. ആ ജനറൽ പെനാൽറ്റി പറയുന്ന സെക്ഷൻ ആണോ? സെക്ഷൻ 125 ജനറൽ നോട്ട് ചെയ്തു, ഒക്കെ മനസ്സിൽ മെമ്മറൈസ് ചെയ്ത് വെക്കണം. ജനറൽ പെനാൽറ്റി ഇതുകൊണ്ട് സെക്ഷൻ 125 ഓഫ് ദ CGST ആക്ട് എന്ത് പറയുന്നു? ജനറൽ പെനാൽറ്റി ഓഫ് 25,000. അപ്പോൾ SC/ST കൂടെ കൂടുമ്പോൾ 50,000 പെനാൽറ്റി മിനിമം അടയ്ക്കണം എല്ലാ തെറ്റിനും. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, അപ്പോൾ വേറെ ഒന്നും ഇടത്തും ലൈബിലിറ്റി വേറെ ഇടത്തും പറയുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് CGST ആക്ട് കുറേ കാര്യങ്ങൾ പെനാൽറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പെനാൽറ്റി പറയാത്ത കേസെല്ലാം ഏതാ ആപ്ലിക്കബിൾ? സെക്ഷൻ 125 ജനറൽ പെനാൽറ്റി ആപ്ലിക്കബിളാണ്. ഏത് കൊച്ചു മിസ്റ്റേക്ക് കാണിച്ചാലും അവർ മിനിമം ചാർജ് ചെയ്യുന്ന സെക്ഷൻ അതാണ്. 50,000 രൂപ ചാർജ് ചെയ്യും. അതാണ് ഏറ്റവും നമ്മൾ പഠിച്ചിട്ട് ചെയ്യണമെന്നുള്ള, കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. 50,000 അവർക്ക് എപ്പം വേണം ചാർജ് ചെയ്യാം. വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR എഴുതിയോ? വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR 9C? കഴിയാ? ഡ്യൂ ഡേറ്റ് അറിയാമല്ലോ, 31st December ഓഫ് നെക്സ്റ്റ് കാലം. GSTR 9C ഷുഡ് ബി ഫയൽഡ് വിത്തിൻ 31st December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ എക്സ്റ്റൻഡഡ് ഡേറ്റ് ബൈ ദ ഗവൺമെൻറ്. 31st December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ എക്സ്റ്റൻഡഡ് ഡ്യൂ ഡേറ്റ് ബൈ ദ ഗവൺമെൻറ്. ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാവോ? ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യാവോ? 3 years, അതും 3 years ഓൺ ദ ബിലേറ്റഡ് റിട്ടേൺ കാർഡ് ഫയൽ വിത്തിൻ 3 years ഓൺ ദ ഡ്യൂ ഡേറ്റ് ഓർ എക്സ്റ്റൻഡഡ് ഡേറ്റ്. 3 years ഓൺ ദ ഡ്യൂ ഡേറ്റ് പറയുന്നത്. ഇത് 9Cക്കകത്തുള്ള കണ്ടൻറ്റോടെ എഴുതിക്കോ. GSTR 9Cക്കകത്ത് പാർട്ട് എയിൽ എഴുതിക്കോ. പാർട്ട് എ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. GSTR 9C ഫോം കണ്ടൻ്റാണ് പറയുന്നത്. പാർട്ട് എ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് റെക്കൺസിലേഷൻ ഓഫ് ഗ്രോസ് ടേൺ ഓവർ നമ്മൾ പറഞ്ഞല്ലോ. ബുക്സ് ഓഫ് അക്കൗണ്ട് അതിലൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കണം. ഒന്നും അറിയത്തില്ലെന്ന് വിചാരിക്കല്ലേ. 9C എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ കാര്യമാണ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ആരൊക്കെ തമ്മിലാണ് റെക്കൺസിൽ ചെയ്യുന്നത്? അറിയത്തില്ലെന്നൊരു വാക്ക് പറയല്ല, നമുക്ക് അറിയാമെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ എന്തായിരുന്നു? അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞോ, അറിയാമെന്ന് പറഞ്ഞാൽ മതി, പേടിക്കണ്ടേ. പഠിച്ചില്ലേ? വർഷത്തിലൊരിക്കലാണ് പറഞ്ഞാൽ അറിയാം. ആനുവൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വർഷത്തിലൊരിക്കലും. എന്താണ് അതിനകത്ത്? കമ്പൈലേഷൻ ഓഫ് നമ്മൾ എഴുതിയായിരുന്നു രാവിലെ നേരത്തെ കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം ഇച്ചിരി കഴിയുമ്പോൾ. കമ്പൈലേഷൻ ഓഫ് ദ ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് ഡ്യൂറിങ് ദ രജിസ്ട്രേഷൻ ഉള്ളവർ എന്നോട്ട് രജിസ്ട്രേഷൻ കൊടുത്തോ ആ രജിസ്ട്രേഷൻ പീരീഡിലുള്ള സമ്മറിയാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും വിട്ടുപോയാൽ കാണിക്കാമോ? കാണിക്കാൻ പാടില്ല. എന്തെങ്കിലും അങ്ങോട്ട് പൈസ അടയ്ക്കാനുള്ള കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അഡീഷണൽ ഡിക്ലറേഷൻ ക്യാൻ ബി ഫയൽഡ്, അഡീഷണൽ ഇൻവോയ്സ് ക്യാൻ ബി 9C കാണിക്കാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ 3Bയിലും 1ലും വിട്ടുപോയിട്ടുള്ളത് 9 കാണിച്ച് ഫയൽ ചെയ്യാം. പക്ഷേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡീഷണൽ ആയിട്ട് എടുക്കാൻ പാടില്ല 9 ഉപയോഗിച്ച്. അതാണ് ഇൻപുട്ട് ടാക്സ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതൊന്നും എടുക്കാൻ പാടില്ല. അങ്ങോട്ട് കൊടുക്കാനുള്ള അവിടെ ഡിക്ലെയർ ചെയ്ത് DR ഏതാ റിട്ടേൺ ചെല്ലാൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഏതായിരുന്നു? DRC ഏത് ഫോമാ ചെല്ലാൻ? DRC 03 ചെല്ലാൻ അടയ്ക്കണം. അടച്ചിട്ട് GSTR ഫയൽ 9 ഫയൽ ചെയ്യുക. എന്നിട്ട് ഫയൽ ചെയ്യുകയാണ്. ഇപ്പോൾ 9 എന്താണ് നമുക്ക് പിടിയിട്ട്? എന്താണ് 9 എന്താണ്? കമ്പലേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഫുള്ളായിട്ട് കാണിക്കണം. തെറ്റ് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഞാൻ ഉപയോഗിക്കാം. 9C എന്ന് പറയുന്നത് എന്താണ്? റെക്കൺസിലേഷൻ ബിറ്റ്വീൻ ആനുവൽ റിട്ടേൺ. GSTയെ സംബന്ധിച്ച് ആദ്യം എന്താണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ? ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് ആദ്യം ആനുവൽ റിട്ടേണാണ് ഫയൽ ചെയ്യുന്നത്. എന്നിട്ടാണ് 9C ഫയൽ ചെയ്യുന്നത്. ആനുവൽ റിട്ടേൺ ആരായിരിക്കുന്നത്? ഇപ്പം ഓഫീസറെ ഇരിക്കുകയാണ്.
ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവരിലുണ്ടോ? ഇല്ല. ആരാണിത് നോക്കുന്നത്? നമ്മൾ തന്നെ നോക്കിയിട്ട് ആനുവൽ ബുക്സ് ഓഫ് അക്കൗണ്ടും അഥവാ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആദ്യം അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന 9 റെക്കൺസ് ചെയ്ത് ഒരു ഫോമും അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അയാൾക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റിയല്ല. ഓഫീസർക്ക് എല്ലാം കൂടി തപ്പിക്കൊണ്ടിരിക്കാൻ നോക്കുമോ? ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. അതിനകത്ത് എന്താണ് ഈ 9C എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താണ് റെക്കൺസ് ചെയ്യുന്നത്? ആനുവൽ റിട്ടേണും ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റെക്കൺസിൽ ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ്? പർപ്പസ് എന്താണ്? ഇത് ഈ വ്യത്യാസം എന്ന് പറയുന്ന ആനുവൽ റിട്ടേൺ വ്യത്യാസം വരും. അത് ഓഫീസർക്ക് അറിയാം. എന്താണ് GST റൂളും ബുക്സ് ഓഫ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന റൂളും നമ്മൾ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വ്യത്യാസം വരുമെന്ന് അറിയാം. ഈ വ്യത്യാസം എന്ന് പറയുന്നത് GST റൂളിലുള്ള വ്യത്യാസം കൊണ്ടാണോ അതോ ഫ്രോഡ് കാണിച്ചിട്ടാണോ എന്നറിയാം, അല്ലെങ്കിൽ മിസ്സായി പോയതുകൊണ്ടാണോ എന്നറിയാനുള്ള ഫോമാണ്. അപ്പോൾ അത് ഇൻഷുർ ദ ആക്യുറസി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ദ റിട്ടേൺ ഫയലിംഗ് ഫോം റിട്ടേൺ ഫയലിംഗ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പാർട്ടോടെ 9C പാർട്ടോടെ നിർത്തുവാണ്. അത് ആദ്യം പറഞ്ഞ പാർട്ട് എ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് റെക്കൺസിലേഷൻ GST ടേൺ ഓവർ ഉണ്ട്, എഴുതിക്കോ. അതിൻ്റെ സബ് റൂളായിട്ട് റെക്കൺസിലേഷൻ ഓഫ് ഗ്രോസ് ടേൺ ഓവർ ആദ്യം റെക്കൺസിൽ ചെയ്യും. ഏതുമായിട്ടാണ് റെക്കൺസ് ചെയ്യുന്നത്? ഏതൊക്കെ തമ്മിലാണ്? ഗ്രോസ് ടേൺ ഓവർ എവിടെ കാണിച്ചിരിക്കുന്നത്? ആദ്യം എടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ആനുവൽ GST ആനുവൽ റിട്ടേൺ കാണിച്ചതായിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുകയാണ്. ആ വ്യത്യാസം എന്തുകൊണ്ടാണ്? റൂളിലുള്ള വ്യത്യാസം കൊണ്ടാണോ വേറെ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കാൻ പറയുകയാണ് റിട്ടേൺ. അടുത്ത രണ്ടാമത്തെ സബ് റൂൾ റെക്കൺസിലേഷൻ ഓഫ് റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. റെക്കൺസിലേഷൻ ഓഫ് റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. റെക്കൺസിലേഷൻ ഓഫ് റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. ഇപ്പോൾ റേറ്റ് വൈസ് എടുക്കുമ്പോൾ ആനുവൽ റിട്ടേൺ കാണിച്ചാൽ അതെല്ലാം കൂടെ വെച്ച് റേറ്റ് വൈസ് നമ്മൾ രണ്ടാമത് നോക്കി. ബുക്ക് ഓഫ് അക്കൗണ്ട് റേറ്റ് കാണിച്ചിരിക്കുന്നത് നോക്കി. രണ്ടും 8% പകരം 12% അല്ലെ 12% 8% അടച്ചിട്ടുള്ളെങ്കിൽ വ്യത്യാസം കണ്ടുപിടിച്ച് ടാക്സ് അടയ്ക്കണം. അതിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കാൻ പറയുന്നതിനുള്ള റിട്ടേണാണ് ഇത്. അടുത്ത അപ്പോൾ നമ്മൾ റേറ്റ് വൈസ് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റാണ് നോക്കും. ആദ്യം എന്താ നോക്കിയേ? റെക്കൺസിലേഷൻ ആദ്യത്തെ റെക്കൺസിലേഷൻ എന്തായിരുന്നു? റെക്കൺസിലേഷൻ ഗ്രോസ് ടേൺ ഓവറിലുള്ള വ്യത്യാസം വല്ലതും ഉണ്ടോ? അത് ആ വ്യത്യാസം എന്ന് പറയുന്നത് GST റൂളിലുള്ള വ്യത്യാസം കൊണ്ടാണോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ വിട്ടുപോയതുകൊണ്ടാണോ? അടുത്ത റെക്കൺസിലേഷൻ എന്താ ചെയ്യുന്നത്? റെക്കൺസിലേഷൻ അത് കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ നോക്കും ആദ്യം. പിന്നെ റെക്കൺസിലേഷൻ ടാക്സബിലിറ്റി ആണോ? രണ്ടാമത്തെ B എന്ന് പറയുന്നത് റെക്കൺസിലേഷൻ ടാക്സബിലിറ്റി ആണോ? ഓറിൽ എന്താ ആനുവൽ റിട്ടേൺ ഇതുകൊണ്ടുള്ള വ്യത്യാസം എങ്ങനെയാണ് വന്നത്? ആസ് പെർ റൂളിലുള്ള വ്യത്യാസമാണോ? ആസ് പെർ എന്തെങ്കിലും വിട്ടുപോയതുകൊണ്ടാണോ എന്നാണ് അടുത്ത റെക്കൺസിലേഷൻ ടാക്സബിലിറ്റി ആണോ? അടുത്ത മൂന്നാമത്തെ റെക്കൺസിലേഷൻ ആണ് റെക്കൺസിലേഷൻ റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. എഴുതിയോ? റെക്കൺസിലേഷൻ റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. റേറ്റ് വൈസ് എടുത്തപ്പം ബുക്കും എല്ലാം കൂടെ 8% എടുക്കേണ്ട 12% എടുക്കേണ്ട 8% എടുത്തുള്ളെങ്കിൽ വ്യത്യാസമല്ലേ? ഗവൺമെൻറ് നഷ്ടം വരുന്നില്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റേറ്റ് വൈസ് റെക്കൺസിലേഷൻ എടുക്കുന്നത്. റെക്കൺസിലേഷൻ റേറ്റ് വൈസ് ലയബിലിറ്റി ആൻഡ് എമൗണ്ട് പേയബിൾ ദെയറോൺ. അടുത്ത റെക്കൺസിലേഷൻ അഡീഷണൽ എമൗണ്ട് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ്. അഡീഷണൽ എമൗണ്ട് നോട്ട് പെയ്ഡ് അവിടെയാണ് നമ്മൾ പറഞ്ഞ ടാക്സബിലിറ്റി ആണോ അഡീഷണൽ ഇട്ട് കൊടുക്കാം. അഡീഷണൽ എമൗണ്ട് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ്. അവിടെ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് അഡീഷണൽ എമൗണ്ട് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ്. പേ ചെയ്യാത്ത ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല, അങ്ങോട്ട് അടയ്ക്കാണ്ട് അടയ്ക്കണം. അതാ പറയുന്നത്. ടാക്സബിലിറ്റി ആണോ റെക്കൺസിൽ ചെയ്തു, റേറ്റ് വൈസ് റെക്കൺസിൽ ചെയ്തു. അടുത്ത റെക്കൺസിലേഷൻ ITC ഡിക്ലെയർഡ് ഇൻ ആനുവൽ റിട്ടേൺ GST 9 വിത്ത് ITC ഓൺ എക്സ്പെൻസസ് ആസ് പെർ ദ ഓഡിറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബുക്കിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള എക്സ്പെൻസ് എല്ലാം എടുത്തിട്ട് നമ്മൾ GST 9 ക്ലെയിം ചെയ്ത് ഇൻപുട്ട് ടാക്സുമായിട്ട് മാച്ചാണോ നോക്കുകയാണ്. അടുത്ത റെക്കൺസിലേഷൻ എഴുതിക്കോ. റെക്കൺസിലേഷൻ ITC ഡിക്ലെയർ ഇൻ ദ ആനുവൽ റിട്ടേൺ വിത്ത് ITC അവൈൽഡ് ഓൺ എക്സ്പെൻസസ് ആസ് പെർ ഓഡിറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാത്തതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആയിട്ട് റെക്കൺസിൽ ചെയ്യണം. റെക്കൺസിലേഷൻ ITC ഡിക്ലെയർഡ് ഇൻ ആനുവൽ റിട്ടേൺ എഴുതിയോ? വിത്ത് ITC അവൈൽഡ് ഓൺ എക്സ്പെൻസസ് എഴുതിയോ? ITC declared in the annual return with ITC availed on expenses as per auditor financial statement. ബ്രാക്കറ്റ് വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കേട്ടോ. ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ബുക്ക് ഓഫ് അക്കൗണ്ടോ ടാലി ആയിരിക്കും. ഓഡിറ്റ് ഇല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ട് ടാലി ആണെന്ന് പറഞ്ഞാൽ മതി. ഇത് ടാക്സ് പേബിൾ. ഇനിയിപ്പോൾ കുറേ റെക്കൺസിലേഷൻ ചെയ്തു, രണ്ടും കൂടെ മാച്ചാണ് നോക്കി. ഈ വ്യത്യാസം അണ്ടർ കൺസൽ ഉണ്ടെങ്കിൽ GST റൂൾ അനുസരിച്ചുള്ള വ്യത്യാസം അല്ലാത്ത തന്നെ എല്ലാം അണ്ടർ കൺസൽ എൻട്രി എന്ന് പറയുന്നത്. ഈ അണ്ടർ കൺസൽ എൻട്രിയെല്ലാം കൂടെ നമ്മൾ
പൈസ അടയ്ക്കുക. ടാക്സ് പേയബിൾ ഓൺ അൺറെക്കൺസൈൽഡ് ഡിഫറൻസസ് ഓഫ് ITC. ഓരോന്നിനും നമ്മൾ പൈസ അടയ്ക്കണം, വ്യത്യാസം വരുന്നില്ല. ഈ GST റൂൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ പൈസ അടയ്ക്കാനാണ് ഈ ഫോം വെച്ചിട്ട്. ഫോം ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യും. ഇത്രയും റെക്കൺസൈൽ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. എത്ര വിധത്തിലുള്ള റെക്കൺസൈലേഷൻ പറഞ്ഞു? ഗ്രോസ് ആനുവൽ ടേൺ ഓവർ, ടാക്സബിൾ ടേൺ ഓവർ, ITC, റേറ്റ് വൈസ് ടേൺ ഓവർ, റേറ്റ് വൈസ്, പിന്നെന്താ ഇത്ര അല്ലേ? അത്ര 4-5 റെക്കൺസൈലേഷൻ ഉണ്ട്. ആ റെക്കൺസൈലേഷൻ ചെയ്ത് അങ്ങോട്ട് അടിക്കുന്ന ഫോമാണ്. അപ്പോൾ ഇന്നലെ പഠിച്ച 2 കാര്യങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പഠിച്ചോളൂ. എന്താണ് നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട്? മെമ്മറി നമ്മളെല്ലാം കൂടെ കേട്ട് ശബ്ദമായിട്ടിരിക്കല്ലേ, എന്താ പഠിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം പഠിച്ച് എല്ലാം അറിയാം, പക്ഷെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ വരല്ലേ. എന്താണ് ആ ഹെഡിങ് ആണ് ആദ്യം പഠിക്കേണ്ടത്. ഹെഡിങ് എല്ലാം നമ്മൾ മെമ്മറൈസ് ആക്കണം. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഹെഡിങ് ആണ് സമ്മറൈസ് ചെയ്ത പോയിൻ്റ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശബ്ദമായിട്ടിരിക്കും. പരീക്ഷ ഹോളിൽ ചെന്നിട്ടേ എല്ലാം അറിയാം, എല്ലാം പഠിച്ചാണ്, വായിച്ചാണ്, അവസാനമാണ് റിവിഷൻ ചെയ്യാനും സമയം കിട്ടുകയില്ല. എല്ലാം കൂടെ പഠിക്കുന്നവർക്ക് അവസാനം ഇന്ന് രാത്രി മുഴുവൻ ഇന്ന് വായിച്ചാലും തീരത്തില്ല. നമ്മൾ 1 വർഷം പഠിച്ച കാര്യം അന്ന് തലേദിവസം വായിക്കുക എന്നുള്ള റിഫ്രഷ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് തിയറി പേപ്പറൊക്കെ. അപ്പോൾ ഈ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വെച്ച് നമ്മൾ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റ് മാത്രം വായിച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് കിടന്ന് ഉറങ്ങാം. ഉറങ്ങിയിട്ട് പോയി പരീക്ഷ ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങാതൊക്കെ പോയിരിക്കും, നമ്മൾ ആ പാടെ എങ്ങനെ ആയി പോകും, എഴുതാനൊന്നും പറ്റുകയില്ല. അങ്ങനെ ആകരുത്. ഈ പോയിൻ്റ് സമ്മറൈസ് ചെയ്ത് പല പ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ഇപ്പോൾ കംഫർട്ടബിളായിട്ട് കിടന്ന് ഉറങ്ങാം, കോൺഫിഡൻ്റ് ആണ് കുറേയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാതിരുന്നാൽ പോയി എഴുതും, ഒന്നും വരത്തില്ല. ചിലപ്പോൾ ഇത് ചക്കായി പോകും. അങ്ങനെ അതൊക്കെ ഒരു എക്സാം ട്രിക്കുകളാണ് ഇതൊക്കെ. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊക്കെ അവസാനം എങ്ങനെയും അങ്ങോട്ട് കവർ ചെയ്യാനായിട്ട് ഇന്ന് രാത്രി നിന്ന് പഠിക്കും. പക്ഷേ എങ്ങനെ എത്തത്തുമില്ല. പിന്നെ അവിടെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം പോലെ വല്ലതും വന്നു പോയാൽ പോയി, ആ എക്സാമും പോയി കേട്ടോ. ചിലപ്പോൾ ടയേർഡായി പോകും. മിഷനാണ്. ആ മിഷൻ പ്രവർത്തിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. 4 റെസ്റ്റ് എടുക്കുക. 6 മണിക്കൂർ ഉറക്കം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും. പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നിൽക്കുമല്ലേ, നിൽക്കുന്നെങ്കിൽ ഒരു ബലം കിട്ടണമെങ്കിൽ നമുക്ക് 6 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ 6 മണിക്കൂർ ഉറക്കം വിട്ടിട്ട് ബാക്കി പഠിത്തം ഷെഡ്യൂൾ ചെയ്യാവുള്ളൂ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പോകാനൊന്നും പേടിക്കാനില്ല. പക്ഷേ 6 മണിക്കൂർ ഉറക്കം എന്നുള്ളത് നമ്മൾ വിചാരിച്ചോണം എപ്പോഴായാലും, ഏത് സന്ദർഭത്തിലും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.